ഇന്ന് വേറെ ആരും ഇല്ലേ? അറിയില്ല. സാധാരണ കേറേണ്ടതാണ്. അത് കേരള സമയം എന്നാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാരും കുറച്ച് പേരെങ്കിലും വന്നോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ.
കുറച്ച് പേർക്ക് ലിങ്ക് കിട്ടാത്ത പ്രശ്നമുണ്ട് തോന്നുന്നു. നിങ്ങളെ ഗ്രൂപ്പിൽ വന്നിട്ടില്ലായിരുന്നോ? നിങ്ങളെ ഗ്രൂപ്പിൽ ലിങ്ക് വന്നിട്ടില്ലായിരുന്നോ? തുടങ്ങാം. ഇനി ജോയിൻ ചെയ്യോ ആളുകള്? ഓഡിബിൾ അല്ലേ? യെസ്. ഓക്കെ, ഓരോരുത്തർ വരുന്നുണ്ട്. ഒന്നുകൂടെ വെയിറ്റ് ചെയ്യപ്പോ. ആർക്കെ ലിങ്ക് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നോ? ഏത് LSC ലിങ്ക് കിട്ടാതിരുന്ന? എനിക്ക് കിട്ടുന്നില്ലായിരുന്നു സർ അത് ഇന്നലെ. എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നിന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ലിങ്കിൽ എനിക്കത് വരുമ്പോ എപ്പോഴും അത് കിട്ടാറില്ല. പിന്നെ ഇപ്പൊ കോപ്പി ചെയ്തിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ അവസാനമുള്ള കോഡില്ലേ അത് മാത്രം അടിച്ചാലും മതി. ഓക്കെ. ആ കോഡ് ഒരു 3 ഇതിലുള്ള 3 ആരോ വെച്ചൊരു കോഡ് വരുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് നോട്ട് ചെയ്യാൻ, എന്നിട്ട് ഗൂഗിൾ മീറ്റിൽ അത് അതുപോലെ അടിച്ചാൽ മതി, ആ കോഡ് മാത്രം. എന്നാൽ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, ഷെയർ ചെയ്ത് തന്നേന്. താങ്ക് യു. തുടങ്ങാം. ഇനിയിപ്പോ ബാക്കിയുള്ളവർ വരുമ്പോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ നോക്കിയിരുന്നോ? എവിടെ? നെക്സ്റ്റ് ബ്ലോക്ക് 4 അല്ലേ? എങ്ങനെ? കുറച്ചൊക്കെ നോക്കിയിരുന്നു. ഓക്കെ സർ. ഓക്കെ അല്ലേ? ഇന്നലെ പറഞ്ഞത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സിമ്പിൾ ആയിട്ട് സാറിനെല്ലാം മനസ്സിലാക്കി എടുത്തന്നിരുന്നു. ഓക്കെ ശരി. പിന്നെ നെക്സ്റ്റ് നോക്കല്ലേ എന്നാ ഇന്നത്തെ? ശരി. ബ്ലോക്ക് 4 അല്ലേ? അതെ, ബ്ലോക്ക് 4 മാർക്സിസത്തിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സ്പെക്റ്റീവ്സ്, നമ്മൾ 6 പേഴ്സ്പെക്റ്റീവ്സ്, 5-6 പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മാർക്സിസത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് മാർക്സിസം എന്നൊക്കെ. അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുള്ള ഈ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡിയോളജി, സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു പേഴ്സ്പെക്റ്റീവ്സ് ആണ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്. ഈ ഒരു മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആദ്യം മനസ്സിലുണ്ടാവേണ്ടത് ആരാണ്? കാൾ മാർക്സ് ആണ് കേട്ടോ. അപ്പോ ഇന്ത്യൻ സോഷ്യോളജിയിൽ ഈ ഒരു മാർക്സിയൻ പേഴ്സ്പെക്റ്റീവ്സും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും പ്രയോഗിച്ച് സമൂഹത്തെയും അതിലെ മാറ്റങ്ങളെയും വിശകലനം ചെയ്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് DP മുഖർജി. ഓക്കെ, DP മുഖർജിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. DP മുഖർജി പിന്നെ AR ദേശായി, രണ്ടുപേരാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ബ്ലോക്ക് 4 പറയാ ഇൻഡോളജിക്കൽ അതുപോലെ സ്ട്രക്ചറൽ ഫങ്ഷണൽ മോഡലുകൾ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കാന് ഇൻഡോളജിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ മോഡലുകൾ ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള പാശ്ചാത്യ തിയറികൾ, സിദ്ധാന്തങ്ങളെയും ഗവേഷണ രീതികളെയും യാതൊരു ധാരണയില്ലാതെ അതേപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇത് പ്രധാനമായിട്ടും എന്താണ്, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാശ്ചാത്യ ഒരു തിയറികളുടെയും ഗവേഷണ രീതികളെയും ആ രീതിയിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണ് ഈ മുന്നുള്ള മോഡലുകളിൽ. അതായത്
എന്നാൽ ഇത് പ്രധാനമായിട്ടും എന്താണ് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ തെറ്റായിട്ട് പ്രതിനിധീകരിക്കുന്നതും വിഷയത്തിന്റെ ഒരു സ്തംഭനാവസ്ഥക്കും കാരണം. ഒരു യഥാർത്ഥ ഇന്ത്യൻ ആ രീതിയിലല്ല അത് വന്നിരുന്നത്. നിലവിലുണ്ടായിരുന്ന പോസിറ്റിവിസത്തിനും സൂപ്പർ സയൻസിസത്തിനും അമിത പ്രാധാന്യം നൽകിയത് അത് വേണ്ട. സ്വതന്ത്രാനന്തരം ഈ ഒരു മാർക്സിസ്റ്റ് സമീപനത്തിന്റെ കടന്നുവരവ് എങ്ങനെയെന്ന് വെച്ചാല് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പഠിക്കാന് പുതിയൊരു ബദൽ മാതൃക ആവശ്യമായിട്ട് വന്നു. നമ്മൾ ആ സമയത്ത് എന്താണ് ഈ സ്ട്രക്ചറൽ ഫംഗ്ഷനിസം മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണ് നിലവിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരുന്നില്ല. അപ്പൊ അതിനൊരു ബദൽ മാതൃക ഇവർക്ക് എന്തായി ആവശ്യമായിട്ട് വന്നു. ഇതിന്റെ ഫലമായിട്ട് എം.എൻ. ദത്ത, ഡി കൊസാംബി, പി.സി. ജോഷി, ആർ.എസ്. ശർമ്മ, ഇർഫാൻ ഹബീബ്, രാമകൃഷ്ണ മുഖർജി, ഡി.പി. മുഖർജി, എ.ആർ. ദേശായി തുടങ്ങിയിട്ടുള്ള സാമൂഹിക ശാസ്ത്രജ്ഞര് ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് ആശയങ്ങളെ ആശ്രയിച്ചു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മാർക്സിസ്റ്റ് സമീപനത്തിന്റെ കടന്നുവരവ് എങ്ങനെയാ വെച്ചാല് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പഠിക്കാൻ ഒരു പുതിയ ബദൽ മാതൃക ഇന്ത്യയിൽ ആവശ്യമായിട്ട് വന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ എം.എൻ. ദത്ത, ഡി കൊസാംബി, പി.സി. ജോഷി, ആർ.എസ്. ശർമ്മ, ഇർഫാൻ ഹബീബ്, രാമകൃഷ്ണ മുഖർജി, ഡി.പി. മുഖർജി, എ.ആർ. ദേശായി തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞര് ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് ആശയങ്ങളൊക്കെ ആശ്രയിച്ചത്. പ്രധാനമായിട്ടും 3 മുൻഗാമികളായിരുന്നു ഇന്ത്യൻ സോഷ്യോളജികൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നത്. ആർ.കെ. മുഖർജി, ഡി.പി. മുഖർജി, എ.ആർ. ദേശായി എന്നിവരാണ് ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ ഇത്തരത്തിലുള്ള ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് വൈരുദ്ധ്യാത്മക ഒരു വിട്ടാരോ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരാണ് പ്രധാനമായിട്ടും 3 സോഷ്യോളജിസ്റ്റുകൾ, ആർ.കെ. മുഖർജി, ഡി.പി. മുഖർജി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇവര് ആർ.കെയും ഡി.പി എ.ആർ. ദേശായി ഇവരാണ് ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ വൈരുദ്ധ്യാത്മക ചരിത്രപരമായിട്ടുള്ള സമീപനം കൊണ്ടുവന്ന മുൻഗാമികൾ. അതായത് ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കൊളോണിയൽ ഭരണകാലത്തും അതിനുശേഷവും ഒരു തദ്ദേശീയ സാമൂഹിക ശാസ്ത്ര സമീപനം വികസിപ്പിക്കാൻ ഇവര് കഠിനമായിട്ട് പരിശ്രമിച്ചു. അതായത് തദ്ദേശീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലുള്ള അപ്പോ അതിനുശേഷം ഒരു തദ്ദേശീയ സാമൂഹിക ശാസ്ത്ര സമീപനം വികസിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആർ.കെ. മുഖർജി, ഡി.പി. മുഖർജി, എ.ആർ. ദേശായി ഒക്കെ കഠിനമായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ സോഷ്യോളജിയിലെ മാർക്സിസ്റ്റ് വീക്ഷണം. പ്രധാനമായിട്ടും കാൾ മാർക്സിന്റെ സമൂഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വികാസത്തെ ഉൽപാദന രീതികളുടെ അടിസ്ഥാനത്തിൽ 5 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചു. അതായത് ഇന്ത്യയിലുള്ള മാർക്സിസ്റ്റ് വീക്ഷണമാണ് കേട്ടോ പറയുന്നത്. നോട്ട് ചെയ്തോളി. ഈ 4.1.1 ഇല്ലേ 76ാമത്തെ പേജിലെ കാൾ മാർക്സിന്റെ സമൂഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വികാസത്തെ ഉൽപാദന രീതികളുടെ അടിസ്ഥാനത്തിൽ 5 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം തരംതിരിച്ചു. പ്രാകൃത കമ്മ്യൂണിസം, പുരാതന ഘട്ടം, ഫ്യൂഡൽ ഘട്ടം, മുതലാളിത്തം, കമ്മ്യൂണിസം. അല്ലെ നമ്മൾ കാൾ മാർക്സിന്റെ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ് 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് പ്രാകൃത കമ്മ്യൂണിസം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം കേട്ടിട്ടില്ലേ? പിന്നെ അതില് ആളുകൾ എന്താണ് ഈ സെറ്റിൽഡ് ലൈഫും മറ്റൊക്കെ ആരംഭിച്ചു. അതാണ് ആൻഷ്യന്റ്. പിന്നെ ഫ്യൂഡൽ ഒരു കാലഘട്ടം വന്നു. പിന്നെ ഈ ആൻഷ്യന്റ് എന്ന് പറയുന്നതാണ് സ്ലേവ്, അടിമ ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഫ്യൂഡൽ വന്നു, മുതലാളിത്തം വന്നു, ഏറ്റവും അവസാനം കമ്മ്യൂണിസം വന്നു എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും എന്താണ് സമൂഹം ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലുള്ള ഉള്ളവനും ഇല്ലാത്തവരും എന്നിങ്ങനെ 2 ക്ലാസ്സുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടമസ്ഥരല്ലാത്ത തൊഴിലാളി വർഗത്തിന് മേൽ നടക്കുന്ന നിരന്തരമായിട്ടുള്ള ഒരു ചൂഷണം വർഗ സമരത്തിലേക്കും സാമൂഹിക ഘടനയുടെ മാറ്റത്തിലേക്കൊക്കെ നമ്മൾ കഴിഞ്ഞതില് കാൾ മാർക്സിന്റെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വർഗ സമരം, ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓർമ്മ ഉണ്ടാവും? വ്യത്യസ്ത ക്ലാസ്സുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഓർമ്മ ഉണ്ടാവും? സെക്കൻഡ് അല്ല, തേർഡില. നിങ്ങൾക്ക് ഏതിലായിരുന്നു എനിക്കറിയില്ല. ഏതോ സമയം നിങ്ങൾക്ക് പഠിക്കാറുണ്ടായിരുന്നു.
തേർഡ് ഞങ്ങൾക്ക് സോഷ്യോളജി ഇല്ല. എങ്ങനെ? തേർഡ് സെമ്മിലില്ല, സെക്കൻഡ് സെമ്മിലായിരുന്നു. ഓക്കെ, എന്നാല് അതിലാവും. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കാൻ സാധ്യത ഉണ്ട്. ഇതില് കാൾമാക്സിന്റെ തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതില് എന്താ വെച്ചാല് ഓരോ ഘട്ടത്തിലും എന്താണ് സമൂഹം ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഉള്ളവൻ ഇല്ലാത്തവൻ, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നിങ്ങനെ 2 ക്ലാസ്സുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എന്താണ് നിരന്തരമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടോ? ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണ് എങ്ങനെ? വർഗസമരങ്ങളല്ലേ? യെസ്, അതന്നെയാണ്. ഈ ചൂഷണം എന്ത് ചെയ്തു? വർഗസമരത്തിലേക്കും സാമൂഹിക ഘടനയുടെ മാറ്റത്തിലേക്കൊക്കെ നയിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ സോഷ്യോളജിയിൽ ഈ ഒരു മാർക്സിയൻ വീക്ഷണം സമൂഹത്തെ ചരിത്രപരമായും ഭൗതികവാദപരമായും മനസ്സിലാക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. മുമ്പ് അവഗണിക്കപ്പെട്ടിരുന്ന ഈ വർഗ ചൂഷണങ്ങളെയും തൊഴിലാളികളുടെ പ്രശ്നങ്ങളെയാണ് ഇത് പ്രധാനമായിട്ടും അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പ്രധാനമായിട്ടും കുറച്ച് അനുമാനങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ സാമ്പത്തിക അല്ലെങ്കിൽ ഭൗതികവാദ രീതിയിൽ വ്യാഖ്യാനിക്കുക. അതായത് ഈ ഒരു മാർക്സിയൻ വീക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട അനുമാനങ്ങളാണ് പറയുന്നത് ഇന്ത്യയിൽ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സമൂഹത്തെ സാമ്പത്തിക അല്ലെങ്കിൽ ഭൗതികവാദപരമായ രീതിയിൽ വ്യാഖ്യാനിക്കുക, സാമൂഹിക മാറ്റത്തിന്റെ പ്രക്രിയകളെ വിശകലനം ചെയ്യാന് സാമൂഹ്യ ബന്ധങ്ങളുടെ വൈരുദ്ധ്യാത്മക വശങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഓക്കെ, ഈ 2 ഇതായിരുന്നു പ്രധാനപ്പെട്ട അനുമാനങ്ങൾ. അതുപോലെ AR ദേശായി ചൂണ്ടിക്കാണിച്ചതുപോലെ മാർക്സിസ്റ്റ് സമീപനം സമൂഹത്തിന്റെ സ്വഭാവം, ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം, വികസനത്തിന്റെ പാത എന്നിവ നിർണ്ണയിക്കാൻ സ്വത്ത് ബന്ധങ്ങളെ മാനദണ്ഡമായിട്ടും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പർട്ടി റിലേഷൻ. അപ്പൊ ജസ്റ്റ് ഇതിലെന്താണ് ഇപ്പൊ ഈ പറഞ്ഞ എന്താ വെച്ചാൽ ഇന്ത്യയില് മാർക്സിസ്റ്റ് വീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും കാൾമാക്സിന്റെ ആ ഒരു വികാസത്തെ ഉൽപാദന രീതികളുടെ അടിസ്ഥാനത്തിൽ 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ജസ്റ്റ് കാൾമാക്സിന്റെ തിയറി പറഞ്ഞു. പിന്നീട് എന്താണ് ഇന്ത്യൻ സോഷ്യോളജിയിൽ ഈ ഒരു മാർക്സിയൻ വീക്ഷണം സമൂഹത്തെ ചരിത്രപരമായും ഭൗതികവാദപരമായിട്ടും മനസ്സിലാക്കുന്നതിന് പ്രാധാന്യം നൽകുന്നുണ്ടായിരുന്നു. മുമ്പ് അവഗണിക്കപ്പെട്ടിരുന്ന വർഗ ചൂഷണങ്ങളെയും തൊഴിലാളികളുടെ പ്രശ്നങ്ങളെയും ഇത് അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. 2 അനുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നെന്താണ് ഇന്ത്യൻ സമൂഹത്തെ സാമ്പത്തിക അല്ലെങ്കിൽ ഭൗതികവാദപരമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക. പിന്നെന്താണ് സാമൂഹ്യ മാറ്റത്തിന്റെ പ്രക്രിയകളെ വിശകലനം ചെയ്യാൻ സാമൂഹിക ബന്ധങ്ങളുടെ വൈരുദ്ധ്യാത്മക വശങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇത് 2 പ്രധാനപ്പെട്ട 2 അനുമാനങ്ങളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അതിൽ പറയുന്നത്. പിന്നീട് DP മുഖർജിയിലേക്ക് വരാം. DP മുഖർജി ദൂർജതി പ്രസാദ് മുഖർജി, അതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. ആ DPന്റെ ഫുൾ ഫോം ദൂർജതി എന്നാണ് കേട്ടോ. ദൂർജതി പ്രസാദ് മുഖർജി. DP മുഖർജി നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ദൂർജതി എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല, അത് മനസ്സിലാക്കിയേക്കാം. ദൂർജതി പ്രസാദ് മുഖർജി അഥവാ DP മുഖർജി ഇന്ത്യൻ സോഷ്യോളജിയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ്. രാജ്കമൽ മുഖർജി, DN മജുംദാർ എന്നിവർക്കൊപ്പം ലക്നൌവിനെ അദ്ദേഹം സോഷ്യോളജി പഠനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോംബെ സ്കൂള്, ലക്നൗ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതില് ആ ലക്നൗ സ്കൂളിലത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു DP മുഖർജി. ഓക്കെ, അപ്പോ രാജ്കമൽ മുഖർജി അല്ലെങ്കിൽ DN മജുംദാർ, അത് രാജ്കമൽ മുഖർജി വേറെ ആളാട്ടോ. മുഖർജി എന്ന് പേര് കേട്ടിട്ട് ഇയാൾ തന്നെയാണ് നിങ്ങൾ വിചാരിക്കരുത്, അത് വേറൊരാളാണ്. DP മുഖർജി, രാധകമൽ മുഖർജി, DN മജുംദാർ എന്നിവർക്കൊപ്പം ലക്നൌവിലെ അദ്ദേഹം സോഷ്യോളജി പഠനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി. ബംഗാളിലെ മധ്യവർഗ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസിലെ ഡിഗ്രിയും ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം PGയും അദ്ദേഹം പൂർത്തിയാക്കി. ഓക്കെ, 1924 28-ാം വയസ്സിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലെക്ചറായി ചേർന്നു. 1949 അവിടെ പ്രൊഫസറായി. പിന്നീട് 1938-41 കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ ഇൻഫർമേഷൻ ഡയറക്ടറായും UP ലേബർ എൻക്വയറി കമ്മിറ്റിയിലും പ്രവർത്തിച്ചു. 1953 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പ്രൊഫസറായിട്ട് മാറി.
ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു പഠന ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 1955 അദ്ദേഹം ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. കൂടാതെ ഇന്ത്യൻ സോഷ്യോളജിക്കൽ കോൺഫറൻസിന്റെ ആദ്യത്തെ പ്രസിഡന്റും ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ ISIയുടെ വൈസ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. ഈ മാർക്സിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ രീതികളെയാണ് അദ്ദേഹം പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്. നോട്ട് ചെയ്ത് വെച്ചോളി. മാർക്സിന്റെ, അതായത് മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് കാൾ മാർക്സ് ആണ് കേട്ടോ. ഈ കാൾ മാർക്സിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ രീതികളെയാണ് അദ്ദേഹം പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്. എന്നാൽ ഈ കഠിനമായിട്ടുള്ള മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളോടും അദ്ദേഹം അകലം പാലിച്ചതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് അപ്പുറത്തേക്ക് മാർക്സിയോളജിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. മാർക്സിയോളജിസ്റ്റ് അല്ല, മാർക്സിസം എന്താണ്, മാർക്സിസ്റ്റ്. ഈ പാഠത്തിന്റെ ഹെഡിങ് എന്താ പറയുന്നത്, മാർക്സിസ്റ്റ് ഇതല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മാർക്സിസത്തിനെ കുറിച്ചാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ്, ഒരു മാർക്സിയോളജിസ്റ്റ് എന്ന പേരിൽ, ഈ മാർക്സിന്റെ ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ ഒരു പേരിൽ അറിയപ്പെടാനാണ് അദ്ദേഹം പ്രധാനമായിട്ടും ആഗ്രഹിച്ചത് കേട്ടോ. മാർക്സിസത്തിന്റെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, അതാണ് മാർക്സിയോളജിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യോളജിക്ക് പുറമെ എക്കണോമിക്സ്, സാഹിത്യം, സംഗീതം, കല, ചരിത്രം എന്നിവയിൽ വിപുലമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രങ്ങൾക്കിടയിൽ കർശനമായ അതിർവരമ്പുകൾ ഉണ്ടാകുന്നതിനെ എതിർക്കുകയും ഒരു ട്രാൻസ് ഡിസിപ്ലിനറി സമീപനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ട്രാൻസ് ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എല്ലാ ഡിസിപ്ലിനുകളും അവിടെ ഒരുമിച്ചുള്ള അങ്ങനെയുള്ള അതായത് ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി കൂടാതെ ഉള്ള ആ ഒരു ഇതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭൗതിക ചിന്തകളെ പ്രധാനമായും സ്വാധീനിച്ചത് 2 പശ്ചാത്തലങ്ങളാണ്. ഒന്ന് ബംഗാൾ റിനൈസൻസ്, ബംഗാൾ നവോത്ഥാനം. അവിടെ സാംസ്കാരിക രാഷ്ട്രീയ ഉണർവുകൾ ഉണ്ടായി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കൊളോണിയൽ വിരുദ്ധ സമരങ്ങളും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് പ്രചോദനമായത്. ജസ്റ്റ് അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ആണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പഠനം എന്നൊക്കെ പറഞ്ഞു. മാർക്സിയോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടാനാണ് അദ്ദേഹം കൂടുതൽ താല്പര്യപ്പെട്ടത്. അതായത് മാർക്സിസത്തിന്റെ സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടാന് അദ്ദേഹം ഒരു ട്രാൻസ് ഡിസിപ്ലിനറി സമീപനത്തെ പ്രോത്സാഹിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ചിന്തകളെ പ്രധാനമായും സ്വാധീനിച്ചത് 2 പശ്ചാത്തലങ്ങളാണ്. ഒന്ന് ബംഗാൾ നവോത്ഥാനം, രണ്ടാമത്തത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കൊളോണിയൽ വിരുദ്ധ സമരങ്ങളും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളും. ഇത് 2ആയിരുന്നു കൂടുതലായിട്ട് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച 2 കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പേഴ്സണാലിറ്റി ആൻഡ് ദ സോഷ്യൽ സയൻസ്, ബേസിക് കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി, പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ യൂസ്, മോഡേൺ ഇന്ത്യൻ കൾച്ചർ, ഡൈവേഴ്സിറ്റീസ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഈ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ 3 പ്രധാന മാതൃകകളെ അദ്ദേഹം സംയോജിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്ന് ബ്രാഹ്മണിക് ഭൗതിക ചിന്താ പാരമ്പര്യം, അതുപോലെ പാശ്ചാത്യ ലിബറൽ ഹ്യൂമനിസം, അതുപോലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഓക്കെ, ഈ ഒരു 3 കൺസെപ്റ്റുകൾ അദ്ദേഹം സംയോജിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഒന്നതാണ് ബ്രാഹ്മണിക ഭൗതിക ചിന്താ പാരമ്പര്യം, പാശ്ചാത്യ ലിബറൽ ഹ്യൂമാനിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഈ 3 ചിന്താ രീതികൾ, ഈ 3 പ്രധാന മാതൃകകളെ സംയോജിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ്. പാശ്ചാത്യ സോഷ്യോളജി പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അമൃതമായ ഒരു വ്യക്തിയെ മാത്രമാണ് പഠന യൂണിറ്റ് ആയിട്ട് കണ്ടത്. ഓക്കെ, ഈ ഒരു രീതി സമൂഹത്തിൽ നിന്നും കൂട്ടായ ജീവിതത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഒരു മനുഷ്യത്വ വിരുദ്ധമായ വ്യക്തിത്വത്തെയാണ് സൃഷ്ടിക്കുന്നതെന്ന് DP വാദിച്ചു. അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി പറയുന്നത്, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നത്, പാശ്ചാത്യ സോഷ്യോളജി എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അമൂർത്തമായിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ഒരു പഠന യൂണിറ്റ് ആയിട്ട് കണ്ടത്, പാശ്ചാത്യ സോഷ്യോളജി. എന്നാൽ ഈ ഒരു രീതി എന്താണ്, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ? അല്ല, പകരം എന്താണ്, ഒരു കൂട്ടായ ജീവിതത്തിൽ നിന്നും
രൂപപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യത്വ വിരുദ്ധമായ വ്യക്തിത്വത്തെയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഈ ഡി പി മുഖർജി വാദിച്ചു. വ്യക്തിയെ തനിയെ കാണാതെ സമൂഹമായി നിരന്തരം ഇടപെടുന്ന ഒരു സൈക്കോ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് രീതിയിലൂടെ വേണം വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വ്യക്തിയെ തനിയെ കാണാം. ഒരു വ്യക്തിയെ മാത്രമായിട്ട് കാണാതെ സമൂഹമായിട്ട് നിരന്തരം ഇടപെടുന്ന ഒരു സൈക്കോ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള രീതിയിൽ വേണം വ്യക്തിയെ മനസ്സിലാക്കാൻ. അദ്ദേഹം വ്യക്തിത്വത്തിന് ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസം സമൂഹത്തിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയയും തമ്മിലുള്ള അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസവും സമൂഹത്തിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയയും തമ്മിലുള്ള ഇരട്ട സമന്വയത്തിന്റെ പൂർണ്ണമായ ഐക്യത്തെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം വ്യക്തിത്വത്തിന് കൊടുത്ത ഒരു നിർവചനം എന്ന് പറയുന്നതാണ് വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസം. ഓരോ വ്യക്തിയുടെയും സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന ആളുകളാണ്, സവിശേഷതകളുടെ വികാസവും സമൂഹത്തിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയ. സോഷ്യലൈസേഷൻ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത് അതിലാണ്. നമ്മൾ ഫാമിലിയിൽ നിന്നും മറ്റു കുറെ ഏജൻസികൾ വഴിയൊക്കെ വ്യക്തിത്വം രൂപപ്പെടുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസവും സമൂഹത്തിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയയും തമ്മിലുള്ള ഒരു ഇരട്ട സമന്വയത്തിന്റെ, ഇത് രണ്ടും പാടെ കൂടിയിട്ടുള്ള ഒരു പൂർണ്ണമായ ഐക്യത്തെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതിൽ കൂടിച്ചേരണം. ഒന്നെന്താണ് വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസം, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതും സോഷ്യലൈസേഷൻ, സമൂഹത്തിന്റെ സോഷ്യലൈസേഷനും. അപ്പൊ ഇതിനെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. പിന്നെ അദ്ദേഹം രണ്ട് തരം മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ ഒരാളിപ്പോ ഞാനൊരു വ്യക്തിയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആധുനിക മതേതര മനുഷ്യനാണിത്. ഇയാള് സമൂഹവുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സാമൂഹിക ജീവിയായിട്ട് അയാൾ വളർന്നിട്ടില്ല. അതായത് അദ്ദേഹം രണ്ടു തരം മനുഷ്യരെ കുറിച്ച് പറയാണ്. അതിൽ ഒരാളാണ് എന്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത്. പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആധുനിക മതേതര മനുഷ്യനാണ് ഇത്. അയാൾ എന്താണ് സമൂഹവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ഇയാള് വളർന്നിട്ടില്ല. അത് രണ്ടാമത്തെ വ്യക്തിയാണ്. രണ്ടാമത്തെ ആളാണ് രണ്ടു തരം മനുഷ്യരെ പറഞ്ഞത്. രണ്ടാമത്തെ ആളാണ് പുരുഷ എന്ന് പറയുന്നത്. പേഴ്സൺ അല്ലെങ്കിൽ പുരുഷൻ. സമൂഹവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. ഇയാൾ വ്യക്തിത്വവൽക്കരണത്തിന്റെയും സാമൂഹ്യവൽക്കരണത്തിന്റെയും ഒരേപോലെ ഒരു ഉൽപ്പന്നം. അയാൾക്ക് വ്യക്തിത്വവൽക്കരണം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ എന്താണ് സാമൂഹ്യവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും പാടെ കൂടി ചേർന്നൊരു ഇതാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. ഇന്ത്യൻ പശ്ചാത്തലത്തില് ജാതി ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണെങ്കിലും ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ജനങ്ങൾ തമ്മിൽ ശക്തമായിട്ടുള്ള ഒരുമയുടെ ഒരു ബന്ധമുണ്ട്. ഇത് വ്യക്തികൾക്ക് തങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ഒരു സുരക്ഷിതത്വം വ്യക്തിത്വ വികാസമൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ എന്താണ് ജാതി ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിലും, ഇന്ത്യയിൽ ജാതി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ജനങ്ങൾ തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു ഒരുമയുടെ ബന്ധമുണ്ട്. ഇത് വ്യക്തികൾക്ക് തങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ഒരു തരം സുരക്ഷിതത്വം വ്യക്തിത്വ വികാസവും ഒക്കെ നൽകുന്നുണ്ട്. പാശ്ചാത്യ സമൂഹം വിപണി വ്യവസ്ഥയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. മാർക്കറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഈ പാശ്ചാത്യ സമൂഹം, വെസ്റ്റേൺ സമൂഹം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സിസ്റ്റം. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിപണി വ്യവസ്ഥയിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. വിപണിയുടെ കൃത്രിമത്വങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും ഉപഭോക്തൃ പരമാധികാരത്തെയും ഇല്ലാതാക്കുന്നു. ഇന്ത്യൻ പാരമ്പര്യം വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് കുറഞ്ഞ പ്രാധാന്യം നൽകുമ്പോൾ ഗ്രൂപ്പിന്റെ ആഗ്രഹങ്ങൾക്കും സാമൂഹ്യ മൂല്യങ്ങൾക്കുമാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വ്യത്യസ്ത വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ്, അദ്ദേഹം പാശ്ചാത്യ വ്യക്തിവാദത്തിന് ഒരു വിമർശനാണ് പറയുന്നത്. അദ്ദേഹം പാശ്ചാത്യ സോഷ്യോളജി ഒരു സമൂഹത്തിൽ എന്താണ് ഒരു വ്യക്തിയെ മാത്രം പഠനയൂട്ടായിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞു.
വ്യക്തിയെ തനിയെ കാണാതെ സമൂഹവുമായി നിരന്തരം ഇടപെടുന്ന ഒരു സൈക്കോ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള രീതിയിലൂടെ വേണം വ്യക്തിത്വത്തെ മനസ്സിലാക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ വികാസവും സമൂഹത്തിന്റെ സോഷ്യലൈസേഷൻ പ്രക്രിയ തമ്മിലുള്ള ഒരു ഇരട്ട സമന്വയത്തിന്റെ പൂർണ്ണമായ ഐക്യത്തെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. പിന്നെ 2 തരം മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ആധുനിക മതേതര മനുഷ്യരാണ് ഇത്. ഇയാൾ സമൂഹവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് അയാൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. 2ാമത്തെ ആളാണ് പുരുഷൻ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ പുരുഷ, സമൂഹവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന. അത് 2 കമ്പയർ ചെയ്യാണ്. ഒന്ന് നല്ല രീതിയിൽ സമൂഹമായി ബന്ധപ്പെട്ടു എന്നും മറ്റേ ആളെന്താണ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന രീതിയിലുള്ള 2 കമ്പാരിസൺ ആണ് അവിടെ ശരിക്ക് നടക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്താണ് ജാതി ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ ജനങ്ങൾ തമ്മിൽ ശക്തമായിട്ട് ഒരുമയുടെ ഒരു ബന്ധമുണ്ട്. ഇത് വ്യക്തികൾക്ക് അവരുടെ സോഷ്യൽ ലൈഫിൽ ഒരു സുരക്ഷിതത്വം മറ്റുമൊക്കെ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. പിന്നെ പാശ്ചാത്യ വിപണി വ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. പാശ്ചാത്യ സമൂഹം എന്താണ് വിപണി വ്യവസ്ഥയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. വിപണിയുടെ കൃത്രിമത്വങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും ഉപഭോക്തൃ പരമാധികാരത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഇതൊക്കെയാണോ? ഓക്കെയാണോ? ഓക്കെയാണോ? അതിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് ഡയലക്റ്റിക്കൽ അതിന് മറ്റൊരു കൺസെപ്റ്റാണ് ഡയലക്റ്റിക്കൽ അപ്രോച്ച്, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ, അതായത് ഇന്ത്യൻ ട്രഡീഷൻസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. പാരമ്പര്യത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സാമ്പത്തിക ബന്ധങ്ങളും സാമൂഹിക മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു സോഷ്യോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പാരമ്പര്യങ്ങൾ, നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കുറെ പാരമ്പര്യം മറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ത്യൻ പാരമ്പര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. പാരമ്പര്യത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളും സാമൂഹ്യ മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പിന്നെ പറയുന്നത് എന്താണ് പാരമ്പര്യം എന്ന്. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊക്കെ പാരമ്പര്യത്തെ കുറിച്ച് പറയാറുണ്ട്. പാരമ്പര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൈമാറുക എന്നാണ്. അതായത് സാംസ്കാരിക ഘടകങ്ങളെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. സംസ്കൃതത്തിന് ഇതിന് തുല്യമായി പരമ്പര, ഐതിഹ്യം എന്നീ 2 വാക്കുകളുണ്ട്. ഈ നാടോടി കഥകളിലൂടെയും കഥ പറച്ചിലുകളിലൂടെയാണ് കൈമാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പാരമ്പര്യത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ആദ്യം നമ്മൾ പ്രധാന ചുമതല, അതായത് ആദ്യത്തെ ഒരു ഇത് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഇതിനാണ്, പാരമ്പര്യത്തെ കുറിച്ച് മറ്റും പഠിക്കാന്. അപ്പൊ ഈ പാരമ്പര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൈമാറുക എന്നാണ്. അതായത് സാംസ്കാരിക ഘടകങ്ങളെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുക. സംസ്കൃതത്തിൽ ഇതിന് തുല്യമായിട്ട് പരമ്പര അല്ലെങ്കിൽ ഐതിഹ്യം എന്നീ 2 വാക്കുകളുണ്ട്. നാടോടി കഥകളിലൂടെയും കഥ പറച്ചിലുകളിലൂടെയുള്ള കൈമാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇതൊക്കെ എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്. പാരമ്പര്യം എന്നത് നിശ്ചലമായിട്ടുള്ള ഒന്നല്ല, അത് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓക്കെ,
അത് ജസ്റ്റ് ഇതിന്റെ ബ്രീഫ് പറഞ്ഞിട്ട് ബാക്കി പറയട്ടത്. നോട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, സോറി, ഇപ്പൊ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള പാരമ്പര്യം എന്നത് നിശ്ചലമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലങ്ങൾക്ക് അനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഭൂതകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ അർത്ഥം അത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, ബാഹ്യവും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള പാരമ്പര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാമെന്നാണ്. ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യ സമൂഹങ്ങളിൽ മാറ്റത്തിന്റെ പ്രധാന ആഭ്യന്തര ഉറവിടം എന്ന് പറയുന്നത് അവിടെയുള്ള സാമ്പത്തിക ഘടകങ്ങളാണ്. ഇന്ത്യയിലെ സാമ്പത്തിക ഘടകങ്ങൾ അത്ര ഫലപ്രദമായിട്ട് ഇല്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ വർഗ സമരങ്ങൾ എപ്പോഴും ജാതി പാരമ്പര്യങ്ങളാൽ മൂടിവെക്കപ്പെടുകയോ മൃദുവാക്കപ്പെടുകയോ ചെയ്യുന്നു. പുതിയ വർഗങ്ങൾ ഇന്ത്യയിൽ അത്ര വേഗത്തിൽ വ്യക്തമാണ്. അതായത് ഈ പാരമ്പര്യം പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യ തമ്മിലൊരു വ്യത്യാസം പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഘടകങ്ങളാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതേസമയം ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വർഗ സമരങ്ങൾ എപ്പോഴും ജാതി പാരമ്പര്യങ്ങളാൽ മൂടിവെക്കപ്പെടുകയോ മൃദുവാക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. പുതിയ വർഗ ബന്ധങ്ങൾ ഇന്ത്യയിൽ അത്ര വേഗത്തിൽ വ്യക്തമായിട്ട് ഇതായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയുടെ പാരമ്പര്യം എന്നത് എന്താണ്, ഒരു സമന്വയ സംസ്കാരമാണ്. ചരിത്രപരവും സാമൂഹികമായിട്ടുള്ള ഒരു പ്രക്രിയകളുടെ ഫലമായിട്ട് വരുന്നതാണ്. ഹിന്ദു ബുദ്ധ ഇസ്ലാം മതങ്ങൾ തമ്മിലുണ്ടായ ഒരു നിരന്തരമായിട്ടുള്ള സമ്പർക്കങ്ങളും സംഘർഷങ്ങളുമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സമന്വയ സംസ്കാരം രൂപപ്പെടുത്തിയത്. ഓക്കെ, അതായത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ഹിന്ദു ബുദ്ധ മുസ്ലിം മതങ്ങൾ തമ്മിലുള്ള നിരന്തര സമ്പർക്കം നമുക്ക് നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഇതുണ്ടല്ലോ. പക്ഷെ ആ സമ്പർക്കവും സംഘർഷങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ ഒരു സമന്വയ സംസ്കാരം രൂപപ്പെടുത്തിയത്. ആധുനിക കാലത്ത് കൊളോണിയൽ ഭരണവും വിപണിയും തമ്മിൽ മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരം എന്നത് കേവലം ഹിന്ദു സംസ്കാരമോ ഇസ്ലാമിക സംസ്കാരമോ ക്രിസ്ത്യൻ സംസ്കാരമോ അല്ല, പൂർണ്ണമായിട്ടും ഇന്ത്യൻ സംസ്കാരമോ പാശ്ചാത്യ സംസ്കാരമോ അല്ല, ഇവയുടെയൊക്കെ സമന്വയമാണ്. അപ്പൊ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതെല്ലാം കൂടിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഉള്ള ഒരു കൾച്ചറാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റൂല. എല്ലാം പാടെ കൂടി ചേർന്നതാണ് ഇതിൽ വരുന്നത്. മറ്റൊന്ന് മോഡേണൈസേഷൻ. ഇതിൽ പറയുന്നത് വികസനത്തിന്റെ ഉയർന്ന ഘട്ടത്തിലേക്കുള്ള ഒരു കുതിപ്പാണ് ഇത്. എന്നാൽ ഇന്ത്യയിൽ നിരന്നിരുന്ന ആധുനികത യഥാർത്ഥ ആധുനികത കൈവരിക്കുന്നതിന് തടസ്സമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു DP എന്നൊക്കെ. ഈ തന്റെ ഭൗതിക ജീവിതത്തിൽ പാരമ്പര്യവും ആധുനികതയും, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ എന്താ പറയുക, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, അതുപോലെ കൊളോണിയലിസം, ദേശീയത തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മാർക്സിസ്റ്റ് സമീപനം ഉപയോഗിച്ചു. അത് മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. പ്രധാനമായിട്ടും അദ്ദേഹം ഈ ഒരു മാർക്സിസ്റ്റ് സമീപനം ഉപയോഗിച്ച രീതികൾ ഏതിനൊക്കെയായിരുന്നു, പാരമ്പര്യം, ആധുനികത, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, കൊളോണിയലിസം, ദേശീയതും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനാണ് അദ്ദേഹം മാർക്സിസ്റ്റ് സമീപനം ഉപയോഗിച്ചത്. കഠിനമായിട്ടുള്ള മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളോടും അദ്ദേഹം അകലം പാലിച്ചതുകൊണ്ട് തന്നെ ഒരു മാർക്സിസ്റ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു, മാർക്സിയോളജിസ്റ്റ് എന്നറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് ആണ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി എന്ന് പറയുന്നത്. സോറി, ഒന്നുകൂടെ പറയാണ്ട്, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഹിസ്റ്ററി എ സ്റ്റഡി ഇൻ മെത്തേഡ് എന്ന കൃതിയിൽ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിലപ്പോൾ പറയാത്ത പുസ്തകങ്ങൾ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് പോകട്ടെ, അതോടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ്
ഹിസ്റ്ററി എ സ്റ്റഡി ഇൻ മെത്തേഡ് എന്ന കൃതിയിൽ ഇന്ത്യൻ സമൂഹത്തെയും അതിന്റെ ചരിത്രത്തെയും മനസ്സിലാക്കാൻ മാർക്സിയൻ വീക്ഷണത്തിന്റെ പ്രസക്തി അദ്ദേഹം വ്യക്തമാക്കി. ഓക്കെ, അതായത് ഇന്ത്യൻ സമൂഹത്തെ അതിന്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ഒരു മാർക്സിയൻ വീക്ഷണത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു സോഷ്യൽ ഫിലോസഫറും കൾച്ചറൽ ക്രിട്ടിക്കും എന്ന നിലയിൽ അനുഭവവേദ്യമായ ഡാറ്റകളെ അമിതമായി ആശ്രയിക്കാതെ സോഷ്യൽ തിയറി വികസിപ്പിക്കാനാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം, മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആധുനികത. ആദ്യകാല ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ കൊളോണിയൽ അധിനിവേശത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാറ്റങ്ങളെ പാരമ്പര്യങ്ങളുടെ ആധുനികവൽക്കരണം എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. പാരമ്പര്യങ്ങളുടെ ട്രഡീഷൻ ഇൻ മോഡേണിറ്റി എന്ന രീതിയിലാണ് ഈ ഒരു ഇന്ത്യയിലുണ്ടായ കൊളോണിയൽ ഇന്ത്യയിലുണ്ടായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാറ്റങ്ങളെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സാമൂഹിക മാറ്റം മനസ്സിലാക്കാൻ പാരമ്പര്യത്തിന്റെ വിവിധ വശങ്ങളും ആധുനികവൽക്കരണ പ്രക്രിയയും പഠിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഇന്ത്യയിലെ ആധുനികവൽക്കരണ പ്രക്രിയയെ DP ഒരു വിമർശനാത്മകമായിട്ട് വിലയിരുത്തുകയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആധുനികത യഥാർത്ഥ ആധുനികത കൈവരിക്കുന്നത് തടസ്സമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആധുനികത യഥാർത്ഥ ആധുനികത കൈവരിക്കുന്നതിന് തടസ്സമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് തന്നെ DPയുടെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഠനത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഭൗതിക, സാമ്പത്തിക ബന്ധങ്ങളും സാമൂഹിക മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. ഈ കൈമാറ്റം, ഈ പാരമ്പര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൈമാറുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ പരമ്പര, ഐതിഹ്യം 2 വാക്കുകൾ പറയുന്നുണ്ട്. ഈ 2 വാക്കുകളും പാരമ്പര്യത്തിന്റെ വേരുകളെയും നാടോടി കഥ പറച്ചിലുകളുടെയും അതിന്റെ കൈമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് ഈ നാടോടി കഥകളും മറ്റൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൈമാറ്റമാണ്. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിശ്ചലമായിട്ടുള്ള ഒന്നല്ല, അത് സാമൂഹിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഭൂതകാലമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിന് മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല. അതായത് ഭൂതകാലവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പാരമ്പര്യങ്ങളിൽ നിരന്തരം മാറ്റങ്ങളും പൊരുത്തപ്പെടലുകളൊക്കെ ഉണ്ടാവാം. ബാഹ്യവും ആഭ്യന്തരമായിട്ടുള്ള കാരണങ്ങളെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു മാറ്റത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ, ഈ മാറ്റത്തിന്റെ ഉറവിടം പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമ്പത്തിക ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ സാമ്പത്തിക ഘടകം അത്ര ഫലപ്രദമല്ല. കാരണം ഇന്ത്യയിലെ വർഗ സമരങ്ങൾ, ഈ ജാതി ഇതൊക്കെയുള്ള ജാതി പാരമ്പര്യങ്ങളാൽ മൂടിവെക്കപ്പെടുകയോ മൃദുവാക്കപ്പെടുകയോ ചെയ്യുന്നതായിരുന്നു. പുതിയ വർഗബന്ധങ്ങൾ ഇന്ത്യയിൽ അത്ര വേഗത്തിൽ വ്യക്തമായിട്ട് ഉയർന്നു വന്നിട്ടില്ല. അതായത് ഇന്ത്യയിലെ ഫോറിൻ രാജ്യങ്ങളുടെ, വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു മാറ്റമാണ് പറയുന്നത്. ഫോറിൻ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിൽ എന്താണ് പറയുന്നത്? സാമ്പത്തിക ഘടകങ്ങളായിരുന്നു ഈ ഒരു സമൂഹങ്ങളുടെ മാറ്റത്തിന്റെ ഉറവിടമെങ്കിൽ ഇന്ത്യയിൽ അതെന്താണ്? സാമ്പത്തിക ഘടകം ആയിരുന്നില്ല. കാരണം ഇന്ത്യയിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ, വർഗസമരങ്ങളും മറ്റുമൊക്കെ പലപ്പോഴും ഈ ഒരു ജാതി പാരമ്പര്യങ്ങളാൽ, ഒരു ജാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചലനാത്മകമായിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജി മാറ്റത്തിന്റെ സാമ്പത്തികേതരവും ആഭ്യന്തരവുമായിട്ടുള്ള കാരണങ്ങളെ കൂടി കണ്ടെത്തണം. അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു മാറ്റം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, സാമ്പത്തികേതരം പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാവുമ്പോൾ സാമ്പത്തികേതരവും അതുപോലെ ആഭ്യന്തരവുമായിട്ടുള്ള കാരണങ്ങളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരു സമന്വയ സംസ്കാരമാണ് ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് മോഡേൺ ഇന്ത്യൻ കൾച്ചർ എ സോഷ്യോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന പുസ്തകത്തില് തന്റെ പാരമ്പര്യത്തെ സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള പ്രക്രിയയുടെ ഫലമായാണ് DP കാണുന്നത്. നമ്മൾ നേരത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞല്ലോ, അതിനെ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള പ്രക്രിയയുടെ ഫലമായിട്ട് വരുന്നതാണ് പാരമ്പര്യം എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള മോഡേൺ കൾച്ചർ എ സോഷ്യോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഹിന്ദു, ബുദ്ധ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതങ്ങളിലൊക്കെ സമ്പർക്കങ്ങളും ഇടപെടലുകളാണ് ഇന്ത്യയിലൊരു സമന്വയ സംസ്കാരം രൂപപ്പെടുത്തിയത്. ആധുനിക കാലത്ത് കൊളോണിയൽ ഭരണവും വിപണിയും സംസ്കാരവും ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു.
ഈ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങളും സമ്പർക്കങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കേവലം എന്താണ് ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിക് സംസ്കാരം, ക്രിസ്ത്യൻ സംസ്കാരം, അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ട് ഇന്ത്യൻ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം എല്ലാം മറിച്ച് ഈ പറഞ്ഞ എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു സമന്വയമായിട്ട് വരുന്നതാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. DT മുഖർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാർക്സിയോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ മാർക്സിയൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചൊരു വിശേഷണമായിരുന്നു അത്. പിന്നെ അദ്ദേഹം പേഴ്സണാലിറ്റി, അത് വ്യക്തിയും പുരുഷനും, വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു പാശ്ചാത്യ ആശയമാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവുമായി ഇടപെട്ട് വ്യക്തിത്വ സോഷ്യലൈസേഷൻ ഒക്കെ നടത്തുന്ന ഒരു ഇതാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഡയലക്റ്റിക്കൽ അപ്രോച്ച് പറഞ്ഞു. സമൂഹത്തിലെ സംഘർഷങ്ങളെയും പാരമ്പര്യങ്ങളെയും പാരമ്പര്യം ആധുനികയും തമ്മിലുള്ള മാറ്റങ്ങളെയും വിലയിരുത്താനുള്ള ഒരു മാർക്സിസ്റ്റ് രീതിശാസ്ത്രമാണ്. ട്രഡീഷനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന്റെ ആദ്യ ചുമതല എന്ന് പറയുന്നത് പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പാരമ്പര്യം എന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. പിന്നീട് എന്താണ് ഇന്ത്യയുടേത് പൂർണ്ണമായിട്ട് മറ്റൊരു സംസ്കാരമല്ല, വിവിധ മതങ്ങളുടെയും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഒരു സമ്മിശ്ര രൂപ സിന്തസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണ്. വളരെ ചെറിയൊരു പാടാണ്. മാർക്സിസം എന്താണെന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ ആണോ? യെസ് സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്നലെ പഠിച്ചതിനേക്കാൾ ചെറിയ പാടാണല്ലേ ഇത്? ചെറുതാണ്. ക്ലിയർ ആണോ? അതെ സാർ. ഇതിനിപ്പോ എന്താ പ്രശ്നം? എന്താ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു മാർക്സിസം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതേ ഉള്ളൂ. ഇത് സംഭവം ഒന്നുമില്ല ഇതില് കാര്യമായിട്ട്. അതുകൊണ്ടായിരിക്കും ഇന്നലെ ഈ സാൻസ്ക്രിറ്റൈസേഷൻ ഡോമിനന്റ് കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സുഖമാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ആ മാർക്സിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് ഓൾറെഡി നിങ്ങൾ നോക്കുമല്ലോ. പിന്നെ ഇതില് അദ്ദേഹത്തിന്റെ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ആകെ 2 കൺസെപ്റ്റേ പറയുന്നുള്ളൂ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒന്നെന്താണ് ഒരു വ്യക്തിയെ മാത്രം നോക്കുമ്പോൾ, മറ്റേതെന്താണ് ഒരു വ്യക്തിയെ തന്നെ കാണാൻ സമൂഹമായി നിരന്തരം ഇടപെടുന്ന ഒരു സൈക്കോ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള രീതിയിലൂടെ വേണം വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. പിന്നെ വ്യക്തിത്വത്തിന് ഒരു നിർവചനം പറഞ്ഞു. 2 തരം മനുഷ്യര്, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സൺ അല്ലെങ്കിൽ പുരുഷൻ. അത് ഇന്ത്യയിലും പാശ്ചാത്യത്തിലും എങ്ങനെ, ഇന്ത്യയിൽ എങ്ങനെയാണെങ്കിൽ എന്താണ് ജാതി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. പാശ്ചാത്യത്തിൽ എന്താണ് ഒരു വിപണി വ്യവസ്ഥയുടെയാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ അതില്. പിന്നെന്താണ് പാരമ്പര്യം അല്ലെ? പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, കൈമാറുക എന്നാണ് അർത്ഥം. അതായത് സാംസ്കാരിക ഘടകങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മാറുക. മാറ്റങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്, നിശ്ചലമായിട്ടുള്ള ഒന്നല്ല, പല കാരണങ്ങൾ കൊണ്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ ഇന്ത്യയിലെ മറ്റും മാറ്റങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ സാമ്പത്തിക ഘടകങ്ങളാണ് ഈ ഒരു മാറ്റത്തിന്റെ പ്രധാന ആഭ്യന്തര ഉറവിടം. എന്നാൽ ഇന്ത്യയിൽ ജാതി പാരമ്പര്യങ്ങളാണ്. പിന്നെന്താണ് ഇന്ത്യയുടെ ഒരു സമന്വയ സംസ്കാരം. ഇന്ത്യയിൽ ഈ കൊളോണിയൽ വൽക്കരണവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും, അതുപോലെ ഒരുപാട് മതങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇതെല്ലാം അതാണ് ഇന്ത്യൻ സംസ്കാരം. ഇപ്പൊ ഇസ്ലാമിക സംസ്കാരം, ഹിന്ദു സംസ്കാരം, ക്രിസ്ത്യൻ സംസ്കാരം എന്നൊക്കെ പറയെങ്കിലും അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ ആധുനികവൽക്കരണത്തെ കുറിച്ച്, വികസനത്തിന്റെ ആ ഒരു ഇത് അത്ര മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഭാഗം. ഇന്നലെ കുറെ കാര്യങ്ങൾ പിന്നെയും പറയണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത്രയൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്ലിയർ അല്ലേ? മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക്. കുറച്ചല്ലേ ഉള്ളൂ. ഈ കുറെ ആകുമ്പോൾ ചിലപ്പോൾ ആ പോയിന്റില് ഏതെങ്കിലും 1-2 പോയിന്റിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ മതിയാവും. വളരെ ചെറുതാവുമ്പോ അത് ഏതാ, ആ പോയിന്റ് ഏതാന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ഇതായിരിക്കും അല്ലേ? നെക്സ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ? 8 മണി പോലും ആയിട്ടില്ല. 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാം കേട്ടോ. ശരി സാർ.
ഓക്കെ, തുടങ്ങാം. മോളഹരിയ എല്ലാവരും ഇല്ലേ ഇവിടെ? ഓക്കെ സർ. ആരും പോയിട്ടില്ലല്ലോ. ആ സമയത്തൊന്ന് വായിക്കുന്നത് നന്നായിരുന്നു. വായിച്ചിരുന്നോ? ഓക്കെ. ഓക്കെ. ആരോ ഓരോ സ്റ്റാർട്ട്. അപ്പോൾ നെക്സ്റ്റ് AR ദേശായിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ഇത് പഠിക്കാനുള്ളത്. ഓക്കെ. AR ദേശായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ് രാമൻലാൽ ദേശായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. AR ദേശായി, ARന്റെ ഫുൾ ഫോമാണ് അക്ഷയ് രാമൻലാൽ ദേശായി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പൊതു ബുദ്ധിജീവിയും മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റും ആയിരുന്നു അദ്ദേഹം. 1915 ഏപ്രിൽ 16 ഗുജറാത്തിലെ നാദിയാദിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ. പരമ്പരാഗതമായി അദ്ദേഹം ഒരു നാഗർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവനായിരുന്നു. ഈ ജാതിയിലുള്ള ഭൂരിഭാഗം പേരും പ്രൊഫഷണലുകളും ബുദ്ധിജീവികളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് രാമൻലാൽ വസന്തലാൽ ദേശായി 1920കളിലും 30കളിലും ബറോഡ രാജഭരണകൂടത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു സാഹിത്യപ്രേമിയായിരുന്ന അദ്ദേഹം ഗാന്ധിയൻ ദേശീയ പ്രസ്ഥാനത്തോട് ഒരു അനുഭാവം പുലർത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് കേട്ടോ പറയുന്നത്. പിന്നെ ബറോഡയിലെ ബിരുദ പഠനകാലത്ത് അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുള്ളിലെ തീവ്ര ഇടതുപക്ഷ റാഡിക്കൽ ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോ ബിരുദം പൂർത്തിയാക്കി അദ്ദേഹം 1946 അതേ യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി തന്നെ PhDക്ക് ചേർന്നു. ഓക്കെ, ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. 1951 ബോംബെ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി ആയി ചേർന്നു. 25 വർഷത്തെ അധ്യാപനത്തിനും ഗവേഷണത്തിനു ശേഷം ബോംബെ യൂണിവേഴ്സിറ്റി സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിട്ട് അദ്ദേഹം വിരമിച്ചു. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം 1978 മുതൽ 80 വരെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോയിൽ നിന്ന് മാക്രോ സോഷ്യോളജിയിലെ 2 സമീപനങ്ങളാണ് മൈക്രോ മാക്രോ എന്ന് പറയുന്നത്. ഒരു മാർക്സിയൻ സിദ്ധാന്തങ്ങളെയും വീക്ഷണങ്ങളെയും ഇന്ത്യയുടെ സവിശേഷമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിന് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹം പുനർനിർവചിക്കാനും പുനർവ്യാഖ്യാനം ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയൊരു രീതി കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ AR ദേശീയ എന്താണ്, ഈ മാർക്സിയൻ സിദ്ധാന്തങ്ങളെയും വീക്ഷണങ്ങളെയും ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിന് അനുയോജ്യമായ രീതിയിൽ പുനർനിർവചിക്കാനും പുനർവ്യാഖ്യാനം ചെയ്യാനും ശ്രമിച്ചു. GS ഗുരയുടെ നേതൃത്വത്തിലുള്ള ബോംബെ സ്കൂളിന്റെ സ്വാധീനം കുറഞ്ഞു വന്ന 1950കളിലാണ് ദേശായിയുടെ ഈ അക്കാദമിക് കരിയർ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സോഷ്യോളജിയിൽ ഇൻഡോളജിക്കൽ സ്ട്രക്ചറൽ ഫംഗ്ഷനിസത്തിനായിരുന്നു. അതായത് ഈ AR ദേശായി വരുന്നൊരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡോളജിക്കൽ സ്ട്രക്ചറൽ ഫംഗ്ഷനലിസ്റ്റ് വീക്ഷണങ്ങൾക്കായിരുന്നു അവിടെ മേധാവിത്വം ഉണ്ടായിരുന്നത്. എന്നാൽ ഗുരയുടെ സോഷ്യോളജി ശൈലി പിന്തുടരാൻ ദേശായി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യാൻ അദ്ദേഹം പുതിയൊരു സമീപനം കൊണ്ടുവന്നു. അങ്ങനെയാണ് മാക്രോ പഠനങ്ങളിലേക്കുള്ള മാറ്റം. മൈക്രോ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മളിപ്പോ എന്താണ്, ഒരു വ്യക്തി, ഒരു കൂട്ടം ആളുകൾ എന്നുണ്ടാവും. ഒരു വ്യക്തി എന്നുള്ളതാണ് എന്ത്, മൈക്രോ എന്ന് പറയാം.
സൂക്ഷ്മ ഇപ്പൊ നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് പ്ലസ് ടു, പ്ലസ് വണ്ണിലൊക്കെ ആയിട്ട്. അപ്പൊ അതിലെന്താണ് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതിലേക്ക് വരുന്നത്. മറ്റേന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിനെ ഇതാക്കുന്നതാണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ സോഷ്യോളജിയിൽ എന്താണ് മറ്റ് പണ്ഡിതന്മാര് എംപെരിക്കൽ സ്റ്റഡീസിൽ അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ മാത്രമുള്ള ഈ ഫീൽഡ് വർക്ക് അനുഭവത്തിന്റെ ആയത് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളെയും കാർഷിക ഘടനകളെയും കുറിച്ച് എത്തിനോഗ്രഫിക് പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ദേശായി അതിനൊരു ബദൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യയിൽ എന്താണ് ഒരു ബദൽ എന്നുള്ള രീതിയിലാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി അദ്ദേഹം ഉപയോഗപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ ഒരു എംപെരിക്കൽ സ്റ്റഡിയും അതുപോലെ എത്നോഗ്രഫി പഠനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനൊരു ബദലൊരുക്കാണ് ഈ AR ദേശായി ചെയ്തത്. നിലവിലുണ്ടായിരുന്ന ഇൻഡോളജിക്കൽ, സ്ട്രക്ചറൽ, ഫങ്ഷണൽ വീക്ഷണങ്ങൾ, ഗ്രാമ പഠനങ്ങൾ, ജാതി ഘടനകൾ, ഗോത്ര ജീവിതം, ബന്ധുത്വ രീതികൾ എന്നിവയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. പ്രധാനമായിട്ടും അപ്പൊ AR ദേശായി വന്ന സമയത്ത് സംഭവിച്ചത് എന്താണ്? AR ദേശായി വന്ന സമയത്ത് പ്രധാനമായിട്ടും നിലവിലുണ്ടായിരുന്ന ഈ ഒരു ഇൻഡോളജിക്കൽ, സ്ട്രക്ചറൽ, ഫങ്ഷണൽ വീക്ഷണങ്ങൾ, ഗ്രാമ പഠനം, ജാതി ഘടനകൾ, ഗോത്ര ജീവിതം, ബന്ധുത്വ രീതികൾ എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ദേശായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രധാനമായിട്ടും മുതലാളിത്തത്തിന്റെ വികാസം, അതുപോലെ ദേശീയതയുടെ ഉദയം, നാഷണലിസം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഉദയം, വർഗ രൂപീകരണം, കാർഷിക ഘടന, ഭരണകൂട രൂപീകരണം, കർഷക പ്രസ്ഥാനങ്ങൾ, ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും ദേശായി ഇതായത്. അതുകൊണ്ട് തന്നെ മൈക്രോ സോഷ്യൽ പഠനങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഓരോ വ്യക്തിയെടുത്തുള്ള മൈക്രോ സോഷ്യൽ പഠനങ്ങളിൽ നിന്നും മാക്രോ മെസോ പഠനങ്ങളിലേക്കുള്ളൊരു മാറ്റം ഇന്ത്യൻ സോഷ്യോളജിയുടെ വികാസത്തിലൊരു പ്രധാന വഴിത്തിരിവായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് മാർക്സിയൻ ചട്ടക്കൂട് പോലെ വിവിധ പ്രതിഭാസങ്ങളുടെ ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള വശങ്ങൾ കോർത്തു നിൽക്കുന്ന ഒരു അന്തർവൈജ്ഞാനിക ഒരു ഇന്റർ ഡിസിപ്ലിനറി, എന്തൊക്കെയാ വെച്ചാൽ വിവിധ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചരിത്രപരം, രാഷ്ട്രീയം, സാമ്പത്തിക, എക്കണോമിക്സ്, ഇങ്ങനെ വിവിധ വശങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി സോഷ്യോളജിയാണ് അദ്ദേഹം വികസിപ്പിച്ചത്. ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ രൂപീകരണത്തെ മനസ്സിലാക്കാൻ അദ്ദേഹം ഹിസ്റ്റോറിക്കൽ അനാലിസിസുകൾ ഉപയോഗിച്ചു. ഉദാഹരണത്തിന് ഇന്ത്യൻ ഫ്യൂഡൽ ഘടനയെ വിശകലനം ചെയ്തപ്പോൾ അദ്ദേഹം അതിന്റെ ചരിത്രപരമായിട്ടുള്ള വേരുകളെയും സാമൂഹ്യ രൂപീകരണത്തെയും അദ്ദേഹം കണ്ടെത്തി. ഏതെങ്കിലും ഒന്നിന് മാത്രം എന്താവാതെ എല്ലാത്തിനെയും കുറിച്ച് നോക്കി എന്നുള്ളതാണ്. അതുപോലെ ദേശീയതയുടെ ഉദയത്തെ ചരിത്രവുമായി ബന്ധിപ്പിച്ചു. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് കൺസെപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെന്ത് ചെയ്തു? ചരിത്രമായിട്ടൊക്കെ ബന്ധിപ്പിച്ചു എന്നുള്ളതാണ്. 1938 പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ഭൗതിക ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ സാമൂഹിക പരിവർത്തനം എന്നത് 3 ഘടകങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധത്തിന്റെ ഫലമാണ്. നോട്ട് ചെയ്ത് വെച്ചോളി. അതായത് ഇന്ത്യയിലെ സാമൂഹിക പരിവർത്തനം, ഇന്ത്യയിലെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ 3 ഘടകങ്ങൾ തമ്മിലുള്ള ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതിലൊന്നാണ് മുതലാളിത്ത ബൂർഷ്വാസികള്, ഗ്രാമീണ പെറ്റി ബൂർഷ്വാസീസ്, കൊളോണിയൽ ഭരണത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഭരണകൂട സംവിധാനം. ഈ 3 ഇതിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സ്വതന്ത്രാനന്തര ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ച ആസൂത്രിത വികസന മാതൃകകളെയും അദ്ദേഹം തന്റെ കൃതികളിലൂടെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തും. അതായത് ഒരു ആസൂത്രണം, പ്ലാനിംഗ് ബോർഡൊക്കെ രൂപീകരിച്ച് അത്തരത്തിലുള്ള ഒരു വികസന മാതൃകയായിരുന്നു ഇന്ത്യയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ, ആ വികസന മാതൃകകളെ മറ്റൊക്കെ അദ്ദേഹം ഒരു വിമർശനാത്മകമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ വിലയിരുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കാം. ഒന്ന് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് ദേശായിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പുതിയ വർഗങ്ങൾ രൂപപ്പെട്ടതിനെ കുറിച്ചും രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമെത്തിയ സ്വാധീനത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്താണ് ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്, എ മാർക്സിസ്റ്റ് അപ്രോച്ച്, സ്വതന്ത്രാനന്തര കാലത്തെ വർഗ രാഷ്ട്ര രൂപീകരണങ്ങളെ കുറിച്ചുള്ള പഠനം. ദ പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ, പൊതുമേഖലയുടെ പ്രവർത്തനങ്ങളാൽ മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ദേശീയതയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള പുസ്തകങ്ങളാണ് എ പോസിറ്റീവ് പ്രോഗ്രാം ഫോർ ഇന്ത്യൻ റവല്യൂഷൻ, എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ് വിത്ത്
സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ, അതായത് വികസന രാജ്യങ്ങളുടെ ഗവൺമെന്റുകളുടെ സാമ്പത്തിക ധർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണം. പുസ്തകത്തിൽ പറയുന്നുണ്ട് 87ാമത്തെ പേജിൽ ഓരോ പുസ്തകവും. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക ഘടന, ഗ്രാമീണ പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, പെസൻസ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലുള്ള കർഷക സമരങ്ങളെ കുറിച്ചായിരുന്നു. റൂറൽ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, പരിവർത്തന ഘട്ടത്തിലെ ഗ്രാമീണ ഇന്ത്യയുടെ അവസ്ഥ. പിന്നെ അദ്ദേഹത്തിന്റെ ഈ മനുഷ്യാവകാശങ്ങളുടെ ഭരണകൂടം അടിച്ചമർത്തുക, അദ്ദേഹം വ്യത്യസ്ത മേഖലകളെ കുറിച്ചാണ് എഴുതിയത്. ഗ്രാമം, അതുപോലെ മനുഷ്യാവകാശങ്ങള്, അതുപോലെ ഭരണകൂട അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് വയലേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ് ഇൻ ഇന്ത്യ, വുമൻ ലിബറേഷൻ ആൻഡ് പൊളിറ്റിക്സ് ഓഫ് റിലീജിയസ് പേഴ്സണൽ ലോസ് ഇൻ ഇന്ത്യ, റെപ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഇന്ത്യ, എക്സ്പാൻഡിങ് ഗവൺമെന്റൽ ലോവൽനെസ് ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ്. ഇതിൽ പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഈ ഒരു നിയമരഹിതമായിട്ടുള്ള അടിച്ചമർത്തലുകളെയും അതിനെതിരെയുള്ള സംഘടിത സമരങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകങ്ങൾ എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വൺ വേർഡിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന ആളുതാണ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പൊ ഏതെങ്കിലും ഒരു തൊഴിൽ കൊള്ളാത്തൊരു പുസ്തകത്തിന്റെ പേരൊക്കെ തന്നു കഴിഞ്ഞാൽ അത് AR ദേശായിയുടേതാണോ അല്ലെങ്കിൽ DP മുഖർജിൻ്റെതാണോ MN ശ്രീനിവാസിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക്, അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു 3-4 പുസ്തകങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ലോങ് എസ്സേയിൽ AR ദേശായിനൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ട് തട്ടിവിടാം. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഡിഫറെന്റ് ഫോംസ്, ഡിഫറെന്റ് ഇതിലായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മെത്തഡോളജി, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാൾ മാക്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇതായിരുന്നു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും സംസ്കാരത്തെയും മനസ്സിലാക്കാൻ ദേശായി ഉപയോഗിച്ച ഒരു പ്രധാന രീതിശാസ്ത്രമായിരുന്നു ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും സംസ്കാരത്തെയും മനസ്സിലാക്കാൻ ദേശായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന രീതിശാസ്ത്രമാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സോഷ്യോളജിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഇത്. പ്രധാനമായിട്ടും 3 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ ഒരു വിശകലന രീതിയിലൂടെ ഫ്യൂഡൽ വ്യവസ്ഥ മുതൽ കൊളോണിയൽ സ്വതന്ത്രാനന്തര കാലഘട്ടം വരെയുള്ള 3 നൂറ്റാണ്ടുകളുടെ ഇന്ത്യൻ ചരിത്രത്തെ അദ്ദേഹം പഠനം. കാൾ മാക്സിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫ്യൂഡൽ, ക്യാപിറ്റൽ, കമ്മ്യൂണിസം പറയണ്ടല്ലോ. അതുപോലെ ഇന്ത്യയിലുള്ള ഒരു ഫ്യൂഡൽ വ്യവസ്ഥ മുതൽ കൊളോണിയൽ, അതുപോലെ സ്വതന്ത്രാനന്തര കാലഘട്ടം വരെയുള്ള 3 നൂറ്റാണ്ടുകളുടെ ഇന്ത്യൻ ചരിത്രത്തെ അദ്ദേഹം പഠന വിധേയമാക്കി. സമൂഹങ്ങളെ കേവലം നാഗരികതയുടെയോ സംസ്കാരത്തിന്റെയോ കണ്ണുകളിലൂടെ മാത്രം കാണുന്ന മുഖ്യധാര സോഷ്യോളജിയെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചു. അതായത് സൊസൈറ്റികളെ കേവലം എന്താണ്, സിവിലൈസേഷൻ, കൾച്ചർ, നമുക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ മുന്നേ ആരുടെ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൂടെ മാത്രം കാണുന്ന മുഖ്യധാര സോഷ്യോളജിയെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചു. സോഷ്യോളജി എന്നത് ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള വീക്ഷണങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് ആണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒന്നല്ല. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇത്തരത്തിലുള്ള ഇതിലൊക്കെയുള്ള വീക്ഷണങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന ഇത്തരം സമീപനങ്ങൾ സമൂഹത്തെക്കുറിച്ചൊരു സമഗ്രമായിട്ടുള്ള ധാരണ നൽകാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ബോംബെ സ്കൂളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ 1924 മുതൽ 59 വരെ ബോംബെ സ്കൂളിൽ GS ഗുരയുടെ ഇൻഡോളജിക്കൽ അതുപോലെ ടെക്സ്റ്റ് രീതിക്കായിരുന്നു മാറ്റം. നേരത്തെ പറഞ്ഞ ടെക്സ്റ്റൽ ഓർമ്മ ഉണ്ടാവും, ഫീൽഡ് വർക്കും ഒക്കെ അല്ല, ഫീൽഡ് വർക്ക് ടെക്സ്റ്റ് മാത്രം നോക്കിയിട്ടുള്ള ഇൻഡോളജിക്കൽ, അതിനായിരുന്നു പ്രാധാന്യം. ദേശായി ഇതിൽ വലിയ 2 മാറ്റങ്ങൾ വരുത്തി. അതിലൊന്നാണ് ചരിത്ര ഭൗതികവാദ സിദ്ധാന്തങ്ങളെ. പുരാതന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ജാതിയെയും ഗ്രാമങ്ങളെയും പഠിച്ചപ്പോൾ ദേശായി ചരിത്രപരവും ഭൗതികവാദപരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു. അതായത് കാൾ മാക്സിന്റെ ആ ഒരു ഭൗതിക
ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ രീതി ഉപയോഗിച്ചു. മറ്റൊന്ന് മൈക്രോയിൽ നിന്നും മാക്രോയിലേക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, ഗ്രാമങ്ങളിലെ ചെറിയ ഘടനകളെ പഠിക്കുന്നതിന് പകരം ഭരണകൂടത്തിന്റെ ധർമ്മങ്ങൾ, ഏറ്റവും ചെറുതുനിന്ന് പഠിക്കുന്ന പകരം പൂർണ്ണമായിട്ട് പഠിക്കുന്ന ഭരണകൂടത്തിന്റെ ധർമ്മങ്ങള്, ദേശീയതയുടെ രൂപീകരണം തുടങ്ങിയിട്ടുള്ള മാക്രോ ഘടനകളിലേക്ക് അദ്ദേഹം സോഷ്യോളജിയെ മാറ്റി. അപ്പൊ അദ്ദേഹം വരുത്തിയിട്ടുള്ള 2 മാറ്റങ്ങള് ബോംബെ സ്കൂളിൽ അദ്ദേഹം വരുത്തിയിട്ട്, അത്രയും കാലം ഇൻഡോളജിക്കൽ ടെക്സ്റ്റ് രീതി ആയിരുന്നു ബോംബെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം ചരിത്ര ഭൗതികവാദ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. അതായത് പുരാതന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ജാതീയ ഗ്രാമങ്ങളെയും പഠിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ചരിത്രപരവും ഭൗതികവാദപരമായിട്ടുള്ള തിയറികൾ ഉപയോഗിച്ചു. അതുപോലെ മൈക്രോയിൽ നിന്ന് മാക്രോയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നു. ഗ്രാമങ്ങളിലെ ചെറിയ ഘടനകളെ പഠിക്കുന്നതിന് പകരം ഭരണകൂടത്തിന്റെ ധർമ്മങ്ങള്, ദേശീയതയുടെ രൂപീകരണം തുടങ്ങിയിട്ടുള്ള മാക്രോ ഘടനകളിലേക്ക് അദ്ദേഹം സോഷ്യോളജിയെ നയിച്ചു. 1960-കളിലെയും 70-കളിലെയും സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് വിശകലനങ്ങളെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചു. പിന്നെ ഒരു സ്കോളർ ആക്ടിവിസ്റ്റ് സമന്വയം. അദ്ദേഹം കേവലം ഒരു പരമ്പരാഗത അക്കാദമിക് പണ്ഡിതനോ അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ആയിരുന്നില്ല. ഒരേ സമയം 2 മേഖലകളിലും അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടു. രാഷ്ട്രീയത്തിലും അതുപോലെ അക്കാദമി മേഖലയിലും. ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മാർക്സിസ്റ്റ് വീക്ഷണങ്ങളിലൂടെ നോക്കിക്കണ്ട അദ്ദേഹം. ഓക്കെ, അപ്പൊ 2 രീതിയിൽ അക്കാദമിക് ലെവലിലും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പണ്ഡിതൻ എന്നുള്ള നില, അക്കാദമീഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഒരു മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ, മാർക്സിന്റെ ഒക്കെ വീക്ഷണത്തിലൂടെ നോക്കി കണ്ടു. ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ, ഇപ്പൊ നമ്മൾ ഈ ട്രേഡ് യൂണിയൻസിന് ഈ ചുമട്ട് തൊഴിലാളികൾക്കൊക്കെ പൊതുവെ നമ്മുടെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതാ പറയാം, തൊഴിലാളി സംഘടന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. ലോകത്തെ മനസ്സിലാക്കുക, അതിനോടൊപ്പം അതിനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന മാർക്സിയൻ ആദർശത്തെ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അകത്തിയിരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മെത്തഡോളജി. പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം, അതായത് 3 നൂറ്റാണ്ടുകളെ ചരിത്രമാണ് അദ്ദേഹം പഠിച്ചത്. ഫ്യൂഡൽ വ്യവസ്ഥ മുതൽ കൊളോണിയൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല, ചരിത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, ഈ 3 വീക്ഷണങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ ബോംബെ സ്കൂളിൽ വരുത്തിയ മാറ്റങ്ങൾ, അതെന്താണ്? നിലവിലുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റൽ ഇൻഡോളജിക്കൽ രീതിക്കായിരുന്നു പ്രാധാന്യം. എന്നാൽ എന്താണ്, പുരാതന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ജാതിയെയും ഗ്രാമങ്ങളെയും പഠിച്ചപ്പോൾ ദേശായി എന്താണ്, ചരിത്രപരവും ഭൗതികമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു. പിന്നെ മൈക്രോയിൽ നിന്നും മാക്രോയിലേക്കുള്ള ഒരു മാറ്റം. പിന്നെ അദ്ദേഹം പരമ്പരാഗതം ഒരു അക്കാദമിക് പണ്ഡിതൻ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ്, 2ലും ഒരേ സമയം സജീവമായിട്ട് ഇടപെട്ട ഒരാള് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹിക പശ്ചാത്തലം. അദ്ദേഹം 1940-കളിൽ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെയും ഗവൺമെന്റുകളുടെയും ഉദയത്തിനും വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. അതായത് ലോകത്ത് നടന്ന സോഷ്യലിസ്റ്റ്, ഇപ്പൊ ഈ സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടല്ലോ, അവരുടെ അതുപോലെ എന്താണ് ഗവൺമെന്റുകളുടെ ഒക്കെ ഉദയത്തിന് വളർച്ചയ്ക്കൊക്കെ സാക്ഷ്യം വഹിച്ചു. 1960-കളായപ്പോൾ ലോക ജനസംഖ്യയുടെ 1/3 ജീവിച്ചിരുന്നത് യൂറോപ്പ്, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലായിരുന്നു. അതായത് ലോകത്തുള്ള 1/3 ആളുകൾ ജീവിച്ചിരുന്നത് ഇത്തരത്തിലുള്ള യൂറോപ്പിലെയും ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലൊക്കെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കുത്തകയുടെ തകർച്ചയും ആഗോളതലത്തിൽ കൊളോണിയൽ ശക്തികളുടെ ഒരു ബലഹീനതയുണ്ടായിരുന്നു. ഈ കൊളോണിയൽ, ഇപ്പൊ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു സമയം 1940-60-കളിൽ നോക്കുമ്പോൾ എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയ, അപ്പൊ കൊളോണിയൽ ആ ഒരു സാധനം എന്താണ്, ബ്രിട്ടീഷുകാരുടെ കുത്തകയും തകർച്ചയൊക്കെ ആഗോളതലത്തിൽ ബലഹീനതപ്പെട്ടു എന്നുള്ളതാണ്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലുണ്ടായ കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യങ്ങളിൽ ദേശീയതയുടെ ശ്രദ്ധേയമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായി. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് AR ദേശായിക്ക് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും അതിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നത്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, അത് ആ പേര് മറക്കരുത്, ഒരു പുസ്തകമാണ്. GS ഗുരയുടെ നേതൃത്വത്തിൽ ദേശായി തയ്യാറാക്കിയിട്ടുള്ള ഒരു PhD-യുടെ ഒരു ഡോക്ടറൽ തീസിസ് ആയിരുന്നു. ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹിക പശ്ചാത്തലത്തെ ഒരു വിമർശനാത്മക മാർക്സിയൻ വീക്ഷണകോണിലൂടെയാണ് അദ്ദേഹം കൃതി വിലയിരുത്തിയത്.
ഇതിൽ പറയുന്നത്. അതായത് ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹ്യ പശ്ചാത്തലം. ഇപ്പൊ ഇന്ത്യൻ ദേശീയതയ്ക്ക് എന്താണ് സാമൂഹ്യമായിട്ടുള്ള പല പശ്ചാത്തലങ്ങൾ ഉണ്ടാവില്ല. എക്കണോമിക് പശ്ചാത്തലം ഉണ്ടാവും, കൾച്ചറൽ പശ്ചാത്തലം ഉണ്ടാവും. അതുപോലെ അതിൽപ്പെട്ട സാമൂഹ്യ പശ്ചാത്തലത്തെ ഒരു വിമർശനാത്മക മാർക്സിയൻ വീക്ഷണങ്ങളിലായിരുന്നു അദ്ദേഹം വിലയിരുത്തിയത്. ഇന്ത്യൻ ദേശീയതയുടെ ഉയർന്ന ജാതി വർഗ സ്വഭാവത്തെ ഈ ഒരു പുസ്തകം തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം വിവിധ വർഗങ്ങളുടെയും ജാതികളുടെയും വൻതോതിലുള്ള പങ്കാളിത്തത്തോടെയാണ് വിജയം കൈവരിച്ചതെങ്കിലും ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകള് തങ്ങളുടെ താല്പര്യങ്ങളെ കീഴാള താഴ്ന്ന വർഗങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഇന്ത്യയിൽ ഈ ഒരു ദേശീയ പ്രസ്ഥാനം, നാഷണൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം മറ്റൊക്കെ ഉണ്ടല്ലോ, വിവിധ വർഗങ്ങളുടെയും ജാതികളുടെയും വൻതോതിലുള്ള പങ്കാളിത്തത്തോടെയാണ് വിജയം കൈവരിച്ചത് അല്ലേ? ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മാത്രം കൂടി ചേർന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇല്ല. വ്യത്യസ്തമായിട്ടുള്ള കർഷക വിഭാഗം, അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ താല്പര്യങ്ങള് കീഴാള അല്ലെങ്കിൽ എന്താണ് താഴ്ന്ന വർഗങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് ദേശായി ഈ പുസ്തകത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ ചില പ്രത്യേക സവിശേഷതകൾ പറയുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ച സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ച് ഈ പുസ്തകം പറയുന്നുണ്ട്. 18, 19, 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഘടനാപരമായിട്ടുള്ള പരിവർത്തനങ്ങൾ നടന്നു. പുതിയ സാമ്പത്തിക ഉൽപാദന രീതികൾ, ഇതിൽ നടന്ന മാറ്റങ്ങളാട്ടോ ഈ 18 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ആ മാറ്റങ്ങൾ എന്താണ്? പരിവർത്തനങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എന്താണ്? ന്യൂ എക്കണോമിക് പ്രൊഡക്ഷൻസ്, പുതിയ സാമ്പത്തിക ഉൽപാദന രീതികൾ വന്നു, പുതിയ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ വന്നു, പുതിയ ഗതാഗത ആശയവിനിമയ മാർഗങ്ങൾ വന്നു, അതുപോലെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നു, നൂതനമായിട്ടുള്ള ബ്യൂറോക്രസിയും ഭരണ സമ്പ്രദായങ്ങളൊക്കെ വന്നു. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതെന്താണ്? ഫസ്റ്റ് പറയുന്നത് ഇന്ത്യയിൽ വന്നൊരു മാറ്റത്തെ കുറിച്ചാണ്. ഈ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നതാണ് മുതലാളിത്തത്തിന്റെ ഉദയം. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ജാതി അധിഷ്ഠിത സാമൂഹ്യ ശ്രേണികളെയും ശക്തമായിട്ട് ബാധിച്ചു. ഈ മാറ്റങ്ങളൊക്കെ ഒരു മുതലാളിത്ത വ്യവസ്ഥയും പുതിയ സാമൂഹിക വർഗങ്ങളുടെയും ഉദയത്തിന് ഇന്ത്യയിൽ കാരണമാണ്. ഈ ഒരു ബ്രിട്ടീഷ് ഭരണം മൂലം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ഫ്യൂഡൽ വ്യവസ്ഥയും ജാതി അധിഷ്ഠിത സാമൂഹ്യ ശ്രേണികളെയും ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങളെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെയും പുതിയ സാമൂഹിക വർഗങ്ങളുടെയും ഉദയത്തിന് കാരണമായി. കൊളോണിയൽ വിപുലീകരണത്തെയും അതിനെതിരെയുള്ള ദേശീയ പ്രസ്ഥാനത്തെയും കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ വിലയിരുത്തൽ ഈ ഒരു പുസ്തകം നൽകുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഈ ഒരു പുസ്തകം മാർക്സിസ്റ്റ് വീക്ഷണത്തിലെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ്, അതായത് ചരിത്രത്തെ കുറിച്ചുള്ള ഭൗതികവാദ സങ്കല്പം പ്രയോഗിച്ചു എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ആ ഒരു സാധനം ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാതയ്ക്കുള്ള ഒരു ആഹ്വാനം. കൊളോണിയൽ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ആഘാതങ്ങളെ കുറിച്ചും സ്വതന്ത്ര രാജ്യത്തിന്റെ ഭാവി വികസനത്തെ കുറിച്ചും ചില പ്രവചനപരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഈ ഒരു പുസ്തകം നൽകുന്നുണ്ട്. അതായത് ഈ കൊളോണിയൽ ഭരണം, സോഷ്യലിസം ഇന്ത്യ വേണം എന്നുള്ള രീതിയിലുള്ള കൊളോണിയൽ ഭരണത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ആഘാതങ്ങൾ, കൊളോണിയൽ ഭരണം മൂലം ഇന്ത്യക്കും അല്ലെങ്കിൽ ആ കൊളോണിയൽ ഭരണം മൂലമുണ്ടായ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക സാംസ്കാരിക ആഘാതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും അതുപോലെ സ്വതന്ത്ര രാജ്യത്തിന്റെ ഭാവി വികസനത്തെ കുറിച്ചൊക്കെയുള്ള ചില പ്രവചനപരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉൾക്കാഴ്ചകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ മെച്ചപ്പെട്ടതും നീതിയുക്തമായിട്ടുള്ള ഒരു വികസന മാതൃക ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം തൊഴിലാളി വർഗത്തിന്റെ കയ്യിലായിരിക്കണമെന്നും ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് വികസന പാത പിന്തുടരണമെന്നും അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്നു. കാൾ മാർക്സിന്റെ ഇത് തന്നെയാണ് തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം, അതായത് ഇന്ത്യയിലെ ഒരു നീതിയുക്തമായിട്ടുള്ള വികസന മാതൃക ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം ആരിൽ വരണം? വർക്കിംഗ് ക്ലാസിന്റെ കൈകളിൽ വരണം. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് വികസന പാത തുടരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഭാഗത്ത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ദേശീയത. ഇന്ത്യയിൽ ദേശീയത എന്നത് ബ്രിട്ടീഷ് ഭരണവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിന്റെ സമാഗമത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു ആധുനിക പ്രതിഭാസം. ഇന്ത്യയിൽ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അതിന്റെ ഫലമായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ആധുനിക പ്രതിഭാസമാണ്. വിവിധ ചരിത്രപരവും സാമൂഹിക രാഷ്ട്രീയവും സാങ്കേതികവുമായിട്ടുള്ള ഘടകങ്ങൾ
ഇന്ത്യയുടെ ദേശീയത വളരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയത വളർച്ച കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലൊന്നാണ് വൈവിധ്യമാർന്ന സമൂഹം. അതായത് ഇന്ത്യക്ക് ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണങ്ങളൊന്ന് വൈവിധ്യമാർന്ന സമൂഹം. ഒന്ന് ഇന്ത്യ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഭാഷാ ഗ്രൂപ്പുകൾ, നമുക്ക് തന്നെ അറിയാം, ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. വംശീയ സമൂഹങ്ങൾ, മതവിഭാഗങ്ങൾ, ജാതി ഗ്രൂപ്പുകൾ, ഇതൊക്കെ ചേർന്ന സങ്കീർണവും വൈവിധ്യമാർന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് നമുക്കുള്ളത്. പിന്നെ ഈ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യാപ്തിയും ജനസംഖ്യയിലെ വൈവിധ്യം ഇന്ത്യൻ ദേശീയതയുടെ പഠനത്തെ കൂടുതൽ താല്പര്യം. അതായത് ഒരു വൈവിധ്യമാർന്ന സമൂഹം ആണ് ഒന്നാമത്. രണ്ടാമത്തെ പോയിന്റ് ഏകീകൃത ഭരണം. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഇന്ത്യ ചെറിയ ഭരണ വിഭാഗങ്ങളുള്ള വിവിധ നാട്ടുരാജ്യങ്ങളായി ചിതറി കിടക്കുകയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണം എന്താണ്, ഇന്ത്യയെ ഒറ്റ ഭരണ വിഭാഗവും ഒരു കേന്ദ്രീകൃത ഭരണകൂടം സ്ഥാപിച്ചു. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഓരോ നാട്ടുരാജ്യങ്ങളാക്കിയും രാജഭരണം മറ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബ്രിട്ടീഷുകാർ ഇതൊക്കെ കൂട്ടിച്ചേർന്ന് ഒരൊറ്റൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റി. അതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച. ബ്രിട്ടീഷുകാരുടെ സമൂഹത്തിന്റെ സാമ്പത്തിക ഘടനയെ ശക്തമായി മാറ്റുകയും ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ ആശയവിനിമയ മാർഗങ്ങളൊക്കെ സ്ഥാപിച്ചു. പ്രധാനമായിട്ടും എന്താണ്, ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി. അതുപോലെ പുതിയ മധ്യവർഗത്തിന്റെ പങ്ക്, സാമ്പത്തിക ഘടനയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഈ ഒരു വിദ്യാഭ്യാസം നേടി. ഇപ്പൊ വിദ്യാഭ്യാസമൊക്കെ മോഡേൺ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാരുണ്ടെന്ന് ഒരു മധ്യവർഗത്തെ, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു മധ്യവർഗത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ഈ ഒരു ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? വ്യത്യസ്ത കാരണങ്ങളുണ്ട്. 5 കാരണങ്ങളാണ് പ്രധാനമായിട്ടും. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇത്തരത്തില് ഇന്ത്യ അല്ലെങ്കിൽ ഒരു രാജ്യം എന്നുള്ള രീതിയിലുള്ള ഒരു ദേശീയ ബോധം ഇന്ത്യയിലില്ലായിരുന്നു. ഒന്ന്, രാഷ്ട്രീയമായിട്ട് കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യ വെവ്വേറെ ഭരണ സംവിധാനങ്ങളുള്ള വിവിധ ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓൾറെഡി പറഞ്ഞു. കാരണം ഈ ഒരു ദേശീയ ബോധം ഇന്ത്യയിലുള്ളവർക്ക് ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ എന്താണ്, വെവ്വേറെ ഭരണ സംവിധാനങ്ങളുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒരൊറ്റ രാജ്യം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. മറ്റൊന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ടാമത്തെ കാരണം. ഇന്ത്യ ദക്ഷിണേഷ്യൻ ഉപഖണ്ഡത്തിലൂടെ വ്യാപിച്ചു വലിയൊരു പ്രദേശമായിരുന്നു. പരസ്പരം ബന്ധിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ഗതാഗത ആശയവിനിമയ ശൃംഖലകൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വരുന്നതിന് ഇപ്പോൾ ഇന്ത്യ നമുക്കറിയാം എന്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഏരിയയാണ്. അതിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യന്റെ ഭാഗമായിരുന്നു, ബംഗ്ലാദേശ് ഇന്ത്യന്റെ ഭാഗമായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു ഏരിയയില്, കാരണം ആ ഒരു എന്താണ് പരസ്പരം ഇതൊക്കെ കണക്ട് ചെയ്യുന്നൊരു എന്താ പറയാ ഗതാഗത ആശയവിനിമയ ശൃംഖലയും മറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഭാഷാപരമായിട്ട് ഇന്ത്യയിൽ എന്താണ് ആയിരക്കണക്കിന് ഭാഷകളും പ്രാദേശിക ഭാഷാഭേദങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇത് ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. കാരണം ഈ വൈവിധ്യം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ഭാഷകളുണ്ടായിരുന്നു, കോമൺ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ സാമ്പത്തികമായിട്ട് രാജ്യം മുഴുവൻ പരസ്പരം ബന്ധമില്ല നിരവധി സ്വയം പര്യാപ്തത ഗ്രാമ റിപ്പബ്ലിക്കുകൾ വിഭജിക്കപ്പെട്ടു. ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ഓരോ രാജ്യം പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവരൊക്കെ സ്വയം പര്യാപ്തരായിട്ടും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ഒരു ഇതായിരുന്നു. സോഷ്യലി സാമൂഹികമായിട്ട് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് വിവിധ ജാതികളായിട്ടും അതുപോലെ മതസമൂഹങ്ങളായിട്ടും തിരഞ്ഞ് ജീവിച്ചായിരുന്നു അല്ലെ. ഒരാളും ഒറ്റ ജാതി അല്ലെങ്കിൽ അവര് തമ്മിൽ തന്നെ എന്താണ് ഒരു ബന്ധമില്ലാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഘടകങ്ങളെല്ലാം ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള ഒരു ദേശീയ ബോധം ഉണ്ടാകുന്നത് തടയും. ഈ ദേശീയ ബോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മൾക്ക് ഒന്നാണ് എന്നുള്ള തോന്നൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ എന്തുണ്ടായിരുന്നില്ല, ഈ ഒരു പൊതുവായിട്ടുള്ള ദേശീയ ബോധം ഉണ്ടാകുന്നത് തടഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷ് പ്രീ ബ്രിട്ടീഷ് ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷത എന്ന് പറയുന്നത് ദേശായി ഇന്ത്യയുടെ രാഷ്ട്രീയ സോഷ്യോളജി മനസ്സിലാക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഇത് മനസ്സിലാക്കണമെന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയും സംസ്കാരത്തെയും വിശകലനം ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പുരാതനമായ കലപ്പ, കാളക്കൂറ്റന്മാരുടെ കലപ്പല്ലേ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ പോത്തിനും കാളനൊക്കെ ഒഴിയുന്ന സമയത്തുള്ള കാളക്കുറ്റന്മാരുടെ കരുത്ത് എന്നിവയെ ആശ്രയിച്ചിട്ടുള്ള കാർഷിക മേഖലയും ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്, ഈ കൈകൊണ്ടുണ്ടാക്കാൻ ചേർന്ന ഒരു സ്വയം പര്യാപ്തത ഗ്രാമീണ വ്യവസ്ഥയാണ് ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവരെന്താണ്, അവര് ഓൾറെഡി സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. അപ്പൊ വേറെ ഒരു രാജ്യങ്ങളായിട്ടും അല്ലെങ്കിൽ വേറെ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളായിട്ടും എന്താണ് അവർക്ക് ബന്ധത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്.
സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്, അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിന്റെ ഒരു ഇതാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. സോഷ്യലിസത്തിന്റെ വളർച്ച, അതുപോലെ കൊളോണിയലിസത്തിന്റെ തകർച്ച, ദേശീയത എങ്ങനെയാണ് വന്നത്, പിന്നെ ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഓരോന്ന് ജാതിയുടെ പരമായിട്ടും ഇന്ത്യയിൽ വന്ന സോഷ്യൽ ചേഞ്ച് സവിശേഷതകൾ, ദേശീയതയുടെ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ ചില സവിശേഷതകൾ, അതുപോലെ മുതലാളിത്തത്തിന്റെ ഉദയം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എങ്ങനെയാണ് ഇതിനെ ഇതാക്കുക, സോഷ്യലിസ്റ്റ് പാതൊക്കെ, സോഷ്യലിസം വരണം എന്ന് അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നാഷണലിസം, ഇന്ത്യയിൽ എങ്ങനെയാണ് ദേശീയത വരുന്നത്, ഇന്ത്യയുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ പറഞ്ഞു. അതായത് വൈവിധ്യമാർന്ന സമൂഹം, ഏകീകൃത ഭരണം, ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച, പുതിയ മധ്യവർഗത്തിന്റെ പങ്ക്, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം ഇല്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട്, ഭൂമിശാസ്ത്രപരമായിട്ട്, ഭാഷാപരമായിട്ട്, സാമ്പത്തികമായിട്ട്, സാമൂഹ്യമായിട്ടൊക്കെ ഈ കാരണങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ എക്കോണമിയുടെ സിസ്റ്റം, അവർ പ്രധാനമായിട്ടും എന്താണ്, കൃഷിയായിരുന്നു അവരുടേത്. കലപ്പ, അതുപോലെ കാളകൃത്യമായ എന്നിവയെ ആശ്രയിച്ചുള്ള കാർഷിക മേഖലയെ ലളിതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കൈക്കരുത്ത്, മീൻസ് ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്വയം പര്യാപ്ത ഗ്രാമീണ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഭരണകൂടവും സമൂഹം. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഭരണകൂടവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് AR ദേശായി നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് ഈ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യയിൽ പറയുന്നത്. അധികാരത്തിന്റെ ചലനാത്മകത, വർഗം, ഭരണം എന്നിവയാണ് അദ്ദേഹം ഇതിലൂടെ പരിശോധിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വർക്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും അധികാരത്തിന്റെ ചലനാത്മകത, എങ്ങനെയാണ് പവർ, അധികാരം വരുന്നത്, അതുപോലെ വർഗം എങ്ങനെ, ഭരണം എങ്ങനെ, അതാണ് ഇതിലൂടെ ഇതാക്കുന്നത്. ഇന്ത്യയിലെ മുതലാളിത്ത പരിവർത്തനവും ഈ പ്രക്രിയയിലെ ചാലകശക്തി എന്ന നിലയിൽ ഭരണകൂടം, ഗവൺമെന്റ് വഹിച്ച പങ്കാണ് ദേശായിയുടെ ഈ പഠനത്തിന്റെ കേന്ദ്രം. അതായത് ഈ മുതലാളിത്തത്തിന്റെ പരിവർത്തനം എങ്ങനെയാണ് എന്നുള്ളത്, ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, അതില് ഈ ഭരണകൂടം, ഗവൺമെന്റ് എന്താണ് പങ്കുവഹിച്ചത്, അതായിരുന്നു പ്രധാനമായിട്ടും ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഗവൺമെന്റ് അതിന്റെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ, ഭരണ സംവിധാനങ്ങൾ, പ്രധാന നയങ്ങൾ എന്നിവയിലൂടെ രാജ്യത്തൊരു മുതലാളിത്ത വികസനത്തിന് എങ്ങനെ സൗകര്യം ഒരുക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതായത് നമ്മളിവിടെ ഈ ക്യാപിറ്റലിസം, മുതലാളിത്തം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ്, ഗവൺമെന്റിന്റെ ഈ ഒരു ലീഗലായിട്ടും അതുപോലെ ഭരണ സംവിധാനങ്ങളും നയങ്ങളും ഒക്കെ ഉപയോഗിച്ച് മുതലാളിത്ത വികസനത്തിന് എങ്ങനെ സൗകര്യം ഒരുക്കുന്നു എന്ന് വിശകലനം ചെയ്തത് പ്രധാനമായിട്ടും പൊതുമേഖല ആസൂത്രണം, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിവ ഉൾപ്പെടെ മുതലാളിത്ത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഭരണകൂടം നിർണായക പങ്ക് വഹിച്ചു ദേശായി പറയുന്നത്. അതായത് ഇതിൽ പ്രധാനമായിട്ടും എന്താണ്, ഭരണകൂടത്തിന്റെ പങ്ക് ഈ ക്യാപിറ്റലിസം വരുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളത്. അതായത് ഈ ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളും ഭരണ സംവിധാനങ്ങളും നയങ്ങളൊക്കെ മുതലാളിത്ത വികസനത്തിന് എങ്ങനെ സൗകര്യമൊരുക്കുന്നു എന്നാണ് അദ്ദേഹം വിശകലനം ചെയ്തത്. പൊതുമേഖല ആസൂത്രണം, മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് ഇന്ത്യയില് മിക്സ്ഡ് എക്കോണമി സിസ്റ്റം ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട്. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു മുതലാളിത്ത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഭരണകൂടം നിർണായക പങ്ക് വഹിച്ചിട്ടിങ്ങനെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ചില പ്രധാന സംഭവങ്ങളെയും ഭരണകൂട സമൂഹ ബന്ധത്തിൽ ചെറിയ സ്വാധീനത്തെ കുറിച്ച് ഈ കൃതി പറയുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും രാജ്യവിഭജനം, ഇന്ത്യൻ പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചല്ലോ. അതുപോലെ ഇന്ത്യയിലുണ്ടായ വർഗീയ സംഘർഷങ്ങൾ, ഒരുപാട് കമ്മ്യൂണിറ്റി ടെൻഷൻസ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗാന്ധിജിയൊക്കെ കൊൽക്കത്തയിലെ മറ്റൊക്കെ തെരുവുകളിലായിരുന്നു വർഗീയ സംഘർഷങ്ങളിൽ ആളുകൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. നാട്ടുരാജ്യങ്ങളിലെ നിർത്തലാക്കല്, ഇന്ത്യൻ യൂണിയന്റെ വികാസം, ഭരണഘടനയുടെ നിർമ്മാണം, ക്ഷേമരാഷ്ട്രത്തിന്റെ സ്ഥാപനം, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ദേശായിയുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം, അതായത് അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക ധർമ്മങ്ങള്, വർഗ സ്വഭാവം, വർഗപരമായിട്ടുള്ള പങ്കുകള് എന്നിവയാണ് ദേശായി പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹത്തിന് മറ്റേത് ഇത്രേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലുണ്ടായ ദേശായിയുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് ഈ ഒരു പുസ്തകങ്ങളും മറ്റൊക്കെ എഴുതുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക ധർമ്മങ്ങള്, വർഗ സ്വഭാവം, വർഗപരമായിട്ടുള്ള പങ്കുകൾ എന്നിവയിലാണ് ദേശായി പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കൃതികള് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിലേക്കും ആശയപരമായിട്ടുള്ള ധർമ്മങ്ങൾ, ഐഡിയോളജി,
ഈ മാർക്സിസ്റ്റ് അങ്ങനെ ആ രീതിയിലേക്ക് എന്താണ് മാറ്റി എന്നതാണ്. അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പുസ്തകങ്ങളാണ് വയലേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻ ഇന്ത്യ, റെപ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഇന്ത്യ, എക്സ്പാൻഡിങ് ഗവൺമെന്റ് ലോലെസ്നെസ് ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ്. ഈ കൃതികളിലൂടെ കൊളോണിയൽ കാലഘട്ടത്തിലും അതിനുശേഷവും ആധുനിക ഇന്ത്യൻ ഭരണകൂടം എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അദ്ദേഹം വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അദ്ദേഹം ഈ ഒരു ആധുനികവൽക്കരണത്തെ എന്ത് ചെയ്യണം? ആധുനികവൽക്കരണത്തെ വിമർശിക്കാണ്. പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ആധുനികവൽക്കരണ സങ്കല്പങ്ങളെ ദേശായി വെല്ലുവിളിക്കുകയും അതിനൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള വിമർശനം നൽകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ജനാധിപത്യ അവകാശങ്ങളെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വർഗീകരിച്ചു. ഇതൊരു പ്രധാന ഇതാണ് കേട്ടോ. ദേശായി ഇന്ത്യൻ ജനാധിപത്യ അവകാശങ്ങളെ 3 പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റൈറ്റ് ഓഫ് ബൂർഷ്വാസീസ് പ്രോപ്പർട്ടി റിലേഷൻ, ബൂർഷ്വാ സ്വത്ത് ബന്ധങ്ങളുടെ അവകാശങ്ങൾ. അതിൽ പ്രധാനമായിട്ടും ഈ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം, കൂലി തൊഴിലാളികളെ ജോലിക്ക് വെക്കാനുള്ള അവകാശമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം 3 വിഭാഗങ്ങളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവകാശങ്ങൾ പറയാണ്. അതിലൊന്നാണ് റൈറ്റ് ഓഫ് ബൂർഷ്വാസീസ് പ്രോപ്പർട്ടി റിലേഷൻ. ബൂർഷ്വാസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മുതലാളിമാർക്ക് പറയുന്ന ടൂറിസം കാലത്തിലുള്ള ക്യാപിറ്റലിസത്തിലുള്ളതാണ്. മുതലാളി തൊഴിലാളിയിൽ മുതലാളിമാർക്ക് പറയുന്നതാണ് എന്ത്? ബൂർഷ്വാസി. ഇവർക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം, കൂലി തൊഴിലാളികളെ ജോലി വെക്കാനുള്ള അവകാശമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ സിവിൽ ലിബർട്ടീസ്, ബൂർഷ്വാ വിപ്ലവത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പൗര സ്വാതന്ത്ര്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം, ഹേബിയസ് കോർപ്പസ് ഹർജി, പത്രസ്വാതന്ത്ര്യം, പൊതുവിദ്യാഭ്യാസം, ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അവകാശം. മറ്റൊന്ന് റൈറ്റ്സ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ്, തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ, സമരം ചെയ്യുക, പിക്കറ്റ് ചെയ്യുക, സംഘടനകൾ രൂപീകരിക്കാനൊക്കെ ഉള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ. ഇത്തരത്തില് 3 പ്രധാന വിഭാഗങ്ങളായിട്ടാണ് ദേശായി ഇന്ത്യൻ ജനാധിപത്യ അവകാശങ്ങളെ തരംതിരിച്ചത്. ഈ ഒരു പുസ്തകത്തിൽ തന്നെ പറയുന്നത് ഒന്നെന്താണ്? ബൂർഷ്വകളുടെ സ്വത്ത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, സിവിൽ സ്വാതന്ത്ര്യം, തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ. ഓക്കെ, പിന്നെ ഈ ഒരു ഇതിലൊക്കെ അവകാശങ്ങളുടെ നിഷേധവും മൂലധന ശേഖരം, ഈ ലാസ്റ്റ് ഇതിൽ പറയുന്നതാണ്. ഒന്ന് അവകാശങ്ങളെ അടിച്ചമർത്താൻ. ഈ മുകളിൽ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും, നമ്മൾ 3 അവകാശങ്ങൾ പറഞ്ഞില്ല, അതിൽ മൂന്നാമത്തെയും രണ്ടാമത്തെയും അവകാശങ്ങളെ, ഈ സിവിൽ സ്വാതന്ത്ര്യങ്ങളും തൊഴിലാളി അവകാശങ്ങളെ ഭരണകൂടം നിരന്തരമായിട്ട് നിഷേധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നുവെന്ന് ദേശായി എടുത്ത് പറയുന്നു. അതായത് ഭരണകൂടം എന്താണ്? ഈ സിവിൽ സ്വാതന്ത്ര്യങ്ങൾ, അതായത് ഈ സിവിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾക്ക് എന്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, ഹേബിയസ് കോർപ്പസ്, പത്രസ്വാതന്ത്ര്യം, പൊതുവിദ്യാഭ്യാസം, അപ്പോൾ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ, ഇതൊക്കെ എന്താണ്? പ്രധാനമായിട്ടും ഭരണകൂടം നിരന്തരമായിട്ട് നിഷേധിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നു എന്ന് ദേശായി അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ പറയുന്നുണ്ട്. കാരണം എന്താണ്? മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുക, ഇവരിങ്ങനെ സമരം ചെയ്യുക, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്താണ്? അവർ ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുമല്ലോ. അപ്പൊ അത്തരത്തില് മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിനും മൂലധന ശേഖരണം തീവ്രമാക്കുന്നതിനും വേണ്ടിയാണ് ഭരണകൂടം ഈ ഒരു അവകാശങ്ങളെ തടയുന്നത്. മുതലാളിത്ത ചട്ടക്കൂടിന്റെ സാമൂഹിക സാമ്പത്തിക മൂല്യം തകരുമ്പോൾ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെതിരെയുള്ള ജനങ്ങളുടെ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തിയാണ് ഭരണകൂടം പോലീസിങ്ങും കാവലൊക്കെ ശക്തമാക്കി മാറ്റിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു മുതലാളിമാർക്കെതിരെ എന്താണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇതൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ എന്താണ്, ഇത്തരത്തിൽ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധങ്ങളിലും മറ്റൊക്കെ വരും. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ രാജ്യത്ത് പോലീസിങ് എന്ന് പറയും. അപ്പൊ പോലീസ് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഭരണകക്ഷിക്കെതിരെ മറ്റൊക്കെ എന്താണ് സമരം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് പോലീസ് ഒന്ന് തടയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് ലാസ്റ്റ് പോയിന്റ്, ക്രിട്ടിക് ഓഫ് മാർക്സിസ്റ്റ് അപ്രോച്ച്. ഈ ഒരു മാർക്സിസ്റ്റ് അപ്രോച്ചിനുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം പ്രധാനമായിട്ടും 4-5-6 പോയിന്റ് വരുന്നുണ്ട്. ഒന്ന് ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബയസ്, ആശയപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ചായ്വ്. മാർക്സിസ്റ്റ് വീക്ഷണം പിന്തുടരുന്നവരുടെ പല സോഷ്യോളജിസ്റ്റുകളും ദേശായിയുടെ സോഷ്യോളജി പ്രൊജക്റ്റിനെ ഒരു അക്കാദമിക് പഠനം എന്നതിനേക്കാൾ ആശയപരവും രാഷ്ട്രീയമായാണ് ഇത് കാണുന്നത്. അതായത്
അദ്ദേഹത്തിന്റെ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ലെവൽ, ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ മാത്രം പറയുന്നതിനേക്കാൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു ആശയപരം. അദ്ദേഹത്തിന്റെ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ കൃതികൾ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകൾ, അതായത് മുതലാളിത്ത വിപ്ലവമാണോ സോഷ്യലിസ്റ്റ് വിപ്ലവമാണോ എന്ന തന്ത്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു അവർ വാദിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും ഒരു പോയിന്റായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളും പുസ്തകങ്ങളും മറ്റൊക്കെ എന്താണ്, ഒരു ആശയപരവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ചായുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. രണ്ടാമത്താണ് സിംപ്ലിസിസ്റ്റ് ആൻഡ് ഡെപ്ത്, ലളിതവൽക്കരണം ആയില്ലായ്മ. ചില മാർക്സിസ്റ്റ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദേശായിയുടെ വിശകലനങ്ങൾ വളരെ ലളിതവൽക്കരിച്ചതാണ്, അതുപോലെ ആഴമില്ലാത്തതായിരുന്നു. ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളെയും അതിനെതിരെ ഉയർന്നു വന്നൊരു വൈവിധ്യമാർന്ന പ്രതിഷേധങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ സമീപനത്തിന് കഴിഞ്ഞില്ല. അതായത് ഒരു കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയില്ല, ലളിതവൽക്കരണം എന്നൊക്കെ പറയില്ല. അതായത് വളരെ ലളിതവൽക്കരിച്ച, ഓവർ സിംപ്ലിസിറ്റി ആയിട്ട്, അതുപോലെ ആഴമില്ലാത്തതായിരുന്നു. മറ്റൊന്ന് പറയുന്നതാണ് ജാതി വർഗ ലിംഗ സമന്വയത്തിന് സുഖം. ഇപ്പൊ ഇന്ത്യയില് വർഗവും ജാതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിശകലനം ചെയ്യാനുള്ളൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് നൽകാൻ ദേശായിയുടെ കൃതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ വർഗം ജാതിയൊക്കെ വളരെ പ്രബലമാണല്ലോ. ജാതി കൂടുതലായിട്ട് കാണാൻ പറ്റും, അതുപോലെ വർഗത്തിന്റെ ഒരു ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു ആ ബന്ധങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് നൽകാൻ ദേശായിയുടെ കൃതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജാതിയും വർഗവും എങ്ങനെയാണ് ലിംഗപദവി, വംശീയത, ഭാഷ എന്നിവയുമായിട്ട് ഇടപഴകുന്നത് എന്ന് അദ്ദേഹം പരിശോധിച്ചില്ല. കാരണം ജാതിയും ഇതൊക്കെ എന്താണ്, വളരെയധികം ജാതിയും വർഗവും ഈ ജെൻഡർ, എത്നിസിറ്റി, ഭാഷ ഇതിനേറ്റൊക്കെ വളരെ ബന്ധമുള്ളതാണ്. പക്ഷെ അതിനേറ്റൊന്നും അദ്ദേഹം പരിശോധിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യയെക്കുറിച്ചുള്ള നിശ്ചലമായ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന പുസ്തകത്തിൽ കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഷായി പറയുന്നുണ്ട്. ഓക്കെ, അക്കാലത്ത് ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തവും സ്വേച്ഛാധിപത്യപരവും പുരോഗതി ഇല്ലാത്തതുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇതൊരു ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള വളരെ നിശ്ചലവും സ്തംഭനാവസ്ഥയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നിർമ്മിക്കാൻ കാരണം. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ മുമ്പുള്ള ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളൊക്കെ തന്നെ എന്താണ്, സ്വയം പര്യാപ്തതയും, അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി സ്വയം പര്യാപ്തത എങ്ങനെ ആയതെന്നുള്ളത്, അതുപോലെ ഒരു സ്വേച്ഛാധിപത്യപരവും പുരോഗതി ഇല്ലാത്തതുമായെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പക്ഷെ അതെന്താണ്, ഒരു ഇന്ത്യൻ സമൂഹത്തെ, ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യൻ സമൂഹത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കാണാൻ കാരണമായി എന്ന് പറഞ്ഞു. മറ്റൊരു ഇതാണ് ഫെയിലർ ടു ക്രിയേറ്റ് ന്യൂ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ദേശായി പഠന വിധേയമാക്കിയിട്ടുള്ള പ്രധാന വിഷയങ്ങളായിട്ടുള്ള വർഗം, ദരിദ്ര തൊഴിലാളി വർഗം, രാഷ്ട്രം, ദേശീയത, വികസനം, ഗവൺമെന്റ് നയങ്ങൾ എന്നിവയിലൊന്നും പുതിയൊരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് രൂപീകരിക്കാൻ അദ്ദേഹത്തിന്റെ തിയറികൾക്ക് കഴിഞ്ഞു. നിലവിലുള്ളതിനെ കുറിച്ച് പറയാനല്ലാതെ പുതിയ തിയറികൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആധുനിക ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കൊണ്ടുവന്ന സങ്കീർണതകളോട് സംവദിക്കാൻ അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള തിയറികൾക്ക് സാധിച്ചതുമില്ല. മറ്റൊന്ന് ലാക്ക് ഓഫ് എംപെരിക്കൽ ഡാറ്റ. അതായത് യോഗേന്ദ്ര സിംഗ് ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ദേശായിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ പോരായ്മയായിട്ട് അദ്ദേഹം പറയുന്നത് മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളെ കുറിച്ച് വലിയ വിശകലനങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും പ്രായോഗികമായിട്ടുള്ള തെളിവുകളുടെയോ ഡാറ്റകളുടെയോ പിന്തുണ അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ കുറവാണ്. അദ്ദേഹം ദേശായി എന്താണ്, ഒരുപാട് പഠനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്തില്ല, ഇന്ത്യൻ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രായോഗിക തെളിവുകളോ ഡാറ്റ അതിൻ്റെ ഒന്നും ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന് യോഗേന്ദ്ര സിംഗ് അതിനെ വിമർശിക്കുന്നത് ദേശായിയുടെ പ്രധാന അവകാശവാദങ്ങൾ പലതും ചരിത്രരചനാപരവും ചോദ്യം ചെയ്യാപ്പെടാനും സാധ്യതയുള്ളൂ. ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു അനുഭവേദ്യമായ ഡാറ്റയ്ക്ക് ഇപ്പൊ എംപിരിക്കൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുള്ളൊരു ഡാറ്റയുടെ പിന്തുണ, കാരണം അങ്ങനെയല്ല അദ്ദേഹം ഡാറ്റകൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റങ്ങളെ പഠിക്കുന്നതിൽ വൈരുദ്ധ്യാത്മക സമീപനം നേടിയിരിക്കുന്ന ഒരു പ്രധാന പോരായ്മയാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത്രയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ചരിത്രവും തമ്മിലുള്ള ഒരു സമന്വയം, മാർക്സിയോളജിയും ചരിത്രവും തമ്മിലുള്ള ഒരു സമന്വയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ.
ദേശായിയുടെ പുസ്തകം 1948 പുറത്തിറങ്ങിയതെങ്കിലും 1960-കളുടെ അവസാനത്തിലും 70-കളുടെ തുടക്കത്തിലും വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു. അതായത് വിമർശനങ്ങൾ കുറെ ഉണ്ട്, എന്നിരുന്നാലും എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു അക്കാദമിക് മാർക്സിസ്റ്റ് വീക്ഷണം അവതരിപ്പിച്ചു എന്നതിൽ മാത്രമല്ല, സോഷ്യോളജിയെയും ചരിത്രത്തെയും മനോഹരമായി സമന്വയിപ്പിച്ചു. അതായത് സോഷ്യോളജി, ഹിസ്റ്ററി, കമ്പൈൻഡ് സോഷ്യോളജി എന്നതിനാലും ഈ ഒരു കൃതി ഒരു മാതൃകയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ. മറ്റ് മാർക്സിസ്റ്റുകളെ പോലെ ഉൽപാദന ബന്ധങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹിക അടിത്തറ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ദേശീയ ബോധം വളർത്തിയതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു എന്നതൊക്കെയാണ്. ഇത്ര നെഗറ്റീവ്സ് പറയുമ്പോഴും അതിനനുസരിച്ചുള്ള പോസിറ്റീവ്സും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് സമ്മറൈസ് ചെയ്യുക അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അതിലൊന്ന് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ, പുതിയ വർഗങ്ങളുടെ ഉദയം, ദേശീയതയുടെ വളർച്ചയൊക്കെയാണ് അതിൽ പറയുന്നത്. സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ, അതിൽ സ്വതന്ത്രാനന്തര ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മുതലാളിത്ത സ്വഭാവം, ക്ഷേമ രാഷ്ട്രസംഘടനയുടെ വിമർശനമൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ പുസ്തകങ്ങൾ മറ്റും നോക്കാം. പിന്നെ ജനാധിപത്യ അവകാശങ്ങൾ 3 തരംതിരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും റീസെന്റ് അതിൽ ഒന്നെന്താണ്, മുതലാളിത്തത്തിന്റെ സ്വത്ത് അവകാശങ്ങൾ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ജോലിക്കാരെ വെച്ച് ലാഭം ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പിന്നെന്താണ്, പൗര സ്വാതന്ത്ര്യം, തൊഴിലാളി വർഗ അവകാശങ്ങൾ. ഓക്കെ, അതായത് തൊഴിലാളികൾക്ക് എന്താണ് സംഘടിക്കാനും സമരം ചെയ്യാനും വിലപേശാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭരണകൂടം എന്താണ് പോലീസിനും മറ്റൊക്കെ ഉപയോഗിച്ച് ഇതിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. കുറച്ചുകൂടെ ഇന്നലത്തില്ലാതെ കുറച്ച് ടഫായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഈ മാർക്സിസ്റ്റ് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഭാഗം ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെയാണോ? മനസ്സിലായിട്ടുണ്ടോ? സാർ ഇതില് ഫസ്റ്റില് പറഞ്ഞില്ലേ മുതലാളിത്ത ബൂർഷ, പിന്നെ 2 പോയിന്റ് എന്താ? മുതലാളിത്ത ബൂർഷ, പിന്നെ 2 പോയിന്റും കൂടി വേറെ പറഞ്ഞു തന്നില്ല. 3 കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല ദേശായിയുടെ തുടക്കത്തിലാ? തുടക്കത്തിൽ. മുതലാളിത്തം, പിന്നെന്താ മുതലാളിത്ത ബൂർഷ, അങ്ങനെ 3 പോയിന്റ് പറഞ്ഞു തന്നില്ല. ഒന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഏത് ഹെഡിങ്ങിലാ? ദേശായിയുടെ ഫസ്റ്റില്. ഏത് ഹെഡിങ്ങിലാന്ന് പറയുന്നത്? അവകാശങ്ങളെ 3 തരംതിരിച്ചത്. എങ്ങനെ? ജനാധിപത്യ അവകാശങ്ങളെ 3 തരംതിരിച്ചത്. ഓക്കെ, അതിലാണ് പറയുന്നത്. ഓക്കെ, ആ 3 വിഭാഗം. ഒന്നെന്താ വെച്ചാൽ ബൂർഷ്വ സ്വത്ത് ബന്ധങ്ങളുടെ അവകാശങ്ങള്, രണ്ടാമത്തെ സിവിൽ സ്വാതന്ത്ര്യം. അതായത് ഈ റൈറ്റ്സ് ഓഫ് ബൂർഷ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവർക്ക് എന്താണ്, ബൂർഷ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല, മുതലാളിത്ത അതിന്റെ ആളുകള്, അവർക്ക് എന്താണ് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശവും കൂലി തൊഴിലാളികളെ ജോലിക്ക് വെക്കാനുള്ള അവകാശമാണ് ഉണ്ടായിരുന്നത്. അതായത് ദേശായി ഇന്ത്യൻ ജനാധിപത്യ അവകാശങ്ങളെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വരുന്നതാണ് സിവിൽ ലിബർട്ടീസ്, സിവിൽ സ്വാതന്ത്ര്യങ്ങൾ. ഈ ബൂർഷ വിപ്ലവത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഒരു പൗര സ്വാതന്ത്ര്യമാണ് ഇത്. അതായത് ആളുകൾക്ക് എന്താണ്, ഈ തൊഴിലാളികൾക്ക് മറ്റൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഹേബിയസ് കോർപ്പസ് ഹർജി, പത്രസ്വാതന്ത്ര്യം, പൊതുവിദ്യാഭ്യാസം ഒക്കെ ഇതിനുള്ളൊരു അവകാശം. മൂന്നാമത്താണ് റൈറ്റ്സ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ്, തൊഴിലാളി വർഗത്തിന് അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരം ചെയ്യുക, പിക്കറ്റ് ചെയ്യുക, സംഘടനകൾ രൂപീകരിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ. അതാണ് അതിൽ പറയുന്നത്. പിന്നീട് അതിന്റെ അടിച്ചമർത്താണ് ഈ പോലീസിങ്ങും മറ്റൊക്കെ കാരണം എന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞു. ഈ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മുതലാളിമാർക്ക് എന്താണ് കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാണ്. എങ്ങനെ വേറെ ഏതാ ഇനി? ദേശായിയുടെ ഒരു ഫസ്റ്റില് 3 ഈ പോയിന്റ് കൂടാതെ ഫസ്റ്റിൽ ഒരു 3 പോയിന്റ് പറഞ്ഞു തന്നിരുന്നില്ലേ ദേശായിയുടെ ഫസ്റ്റില്? ഏത് ഭാഗാന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വികാസം, വർഗ രൂപീകരണം, കാർഷിക പ്രസ്ഥാനം, നോക്കട്ടെ.
കാർഷിക പ്രസ്ഥാനത്തെ കുറിച്ച് ഞാനിപ്പോ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മെട്രോളജി ഒന്നുമല്ലല്ലോ. കാർഷിക ഘടനയും ഗ്രാമീണ പ്രതിസന്ധി അതാണോ? അതിന് പുസ്തകങ്ങളാണ്. പറഞ്ഞ ഭാഗം മനസ്സിലായി. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഇതൊക്കെയാണ് പറഞ്ഞത്, അക്കാദമിക് അതൊന്നുമില്ലല്ലോ. ദേശായി ശ്രദ്ധ കേന്ദ്രീകരിച്ച ഓക്കെ. മാക്രോ പഠനങ്ങളിലേക്കുള്ള ഒരു മാറ്റം പറഞ്ഞ സമയത്ത് ഓക്കെ, നിലവിലുണ്ടായിരുന്ന ഇൻഡിയോളജിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ വീക്ഷണങ്ങൾ, അതുപോലെ ഗ്രാമ പഠനങ്ങള്, ജാതിഘടന, ഇതിലൊക്കെ എന്താണ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ദേശായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും എന്താണ് നിലവിലുള്ളവർ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത സമയത്ത് ദേശായി മുതലാളിത്തത്തിന്റെ വികാസം, അതുപോലെ ദേശീയതയുടെ ഉദയം, വർഗ രൂപീകരണം, കാർഷിക ഘടന, അതുപോലെ ഭരണകൂട രൂപീകരണം, ഇതല്ലേ കാർഷിക പ്രസ്ഥാനങ്ങൾ എന്നിവയിലായിരുന്നു. അതായത് ആ ഒരു ഇൻഡിയോളജി സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഒക്കെ ഉള്ള സമയത്താണല്ലോ പിന്നീട് വരുന്നത് ദേശായി. അപ്പൊ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദേശായി പ്രധാനമായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള ഈ മുതലാളിത്തത്തിന്റെ വികാസത്തിലും, അതുപോലെ ദേശീയതയുടെ ഉദയത്തിലും, വർഗ രൂപീകരണത്തിലും, കാർഷിക ഘടന, ഭരണകൂട രൂപീകരണം, കാർഷിക പ്രസ്ഥാനങ്ങൾ, ഇതിലാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഇതല്ലേ പോയിന്റ് ഇതാക്കിയാൽ മതി. അത്ര ഡീപ്പായിട്ട് പോകേണ്ട ഭാഗമല്ല അത്. പോയിന്റ് ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വേറെ സാർ ഇത് ടെസ്റ്റ് തന്നെയാണോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി? ഇല്ല, മാറ്റമുണ്ട്. കാലിക്കറ്റിൽ വേറെ രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. ഏകദേശം അതില് പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കൺസെപ്റ്റ് ജസ്റ്റ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൺസെപ്റ്റുകൾ മാറ്റമുണ്ട്. രണ്ടും നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. കാലിക്കറ്റ് ഇപ്പൊ മാറിയുണ്ട് കേട്ടോ. പുതിയ ഇതിൽ ഏകദേശമൊന്നും ഇല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല, കുറച്ച് വിഷമാണ്. ശ്രദ്ധിച്ച് വായിച്ചാലും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ശരി. ഓക്കെ എന്നാ ശരി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഇല്ലല്ലോ? സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു സർ. ഒന്ന് വായിക്കട്ടെ ഇന്ന് അടുത്ത ഭാഗങ്ങള്. ശരി, ഓക്കെ സർ.